ഒരിക്കൽ കൂടി കഥയുടെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ 8 കഥകൾ പറഞ്ഞു. മനോഹരമായ കഥകൾ. ഓരോ ചെറിയ കഥകളും കേൾക്കാനും അത് ആസ്വദിക്കാനും ഒക്കെ വളരെ സന്തോഷകരമായ അനുഭവമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ ആഴ്ച അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. ആദ്യമേ ഓമന ടീച്ചറാണ് കഥ പറയുന്നത്. ഓമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. ഗുഡ് ഈവനിങ് ടു എവരിബഡി. പി പത്മരാജന്റെ എൻ്റെ പ്രിയപ്പെട്ട കഥകൾ എന്ന് പറഞ്ഞ ഒരു സമാഹാരത്തിൽ നിന്ന് ഏറ്റവും ചെറിയ കഥ, അവകാശങ്ങളുടെ പ്രശ്നം. കഥയുടെ പേര് അവകാശങ്ങളുടെ പ്രശ്നം. മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന തെരുവായിരുന്നു അത്. ഒരു ഉച്ചയ്ക്ക് ഒരാൾ വിയർത്ത് കുളിച്ച് കിതച്ച് അവിടേക്ക് കയറി ചെന്നു. അയാൾ ആദ്യമായാണ് ആ ഭാഗത്ത് വരുന്നതെന്ന് അപരിചിതമായ ഒരു പകച്ച നോട്ടം വിളിച്ചറിയിച്ചു. ഛായാപടങ്ങൾ കച്ചവടം ചെയ്യുന്നവർക്ക് ആ അമ്പരപ്പ് പെട്ടെന്ന് മനസ്സിലായി. അവർ ഇത്തരം എത്ര പകച്ച മുഖങ്ങളെ കാണുന്നതാണ്. എന്താ നിങ്ങളുടെ പേര്? കച്ചവടക്കാർ അയാളോട് വാത്സല്യപൂർവ്വം തിരക്കി. ദിവാകരൻ. എന്താ ദിവാകരന് വേണ്ടത്? എനിക്ക് കുറെ ചിത്രങ്ങൾ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, ദിവാകരൻ പറഞ്ഞു. എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചു. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനി പോകാനൊരിടമില്ല. അവസാനം ഇന്നിപ്പോൾ മാത്രമാണ് അറിഞ്ഞത്, ഒരുപക്ഷെ നിങ്ങളുടെ തെരുവിൽ നിന്ന് എനിക്കത് കിട്ടിയേക്കുമെന്ന്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ വിവശനായി കഴിഞ്ഞിരുന്നു. അയാളുടെ നെറ്റിത്തടത്തിൽ പുതിയ ഗോളങ്ങളുണ്ടായി. നിങ്ങൾക്ക് കിട്ടിയ അറിവ് ശരിയാണ്, ഒരു കച്ചവടക്കാരൻ കച്ചവടക്കാർക്ക് മാത്രം സ്വായത്തമായ ഒരു നിർവികാരതയോടെ അറിയിച്ചു. ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ദിവാകരന്റെ മുഖം സന്തോഷം കൊണ്ട് വികസിച്ചു. സഹായിക്കുമോ? അയാൾ ചോദിച്ചു. ശരിക്കും? കച്ചവടക്കാർക്ക് ചിരി വന്നു. ഒരു കൂട്ടച്ചിരിയിൽ അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി. ഞങ്ങൾ പാതി നിങ്ങൾ പാതി എന്നതാണ് ഇവിടത്തെ പ്രമാണം, അവരിൽ ഒരാൾ സൗമ്യമായി പറഞ്ഞു. നിങ്ങൾക്ക് ഈ തെരുവിലെ ഏതു ഛായാപടവും പരിശോധിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം തന്നാൽ തൽക്കാലം തൃപ്തിപ്പെടാമല്ലോ, അല്ലേ? ഇരുഭാഗത്തുമുള്ള കടകളിൽ അസംഖ്യം ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. അവയുടെ സംഖ്യ ദിവാകരനെ ഭയപ്പെടുത്തി. ആദ്യത്തെ കടയിൽ അയാൾ വിപുലമായ ഒരു തിരച്ചിൽ തന്നെ നടത്തി. അനവധി മുഖങ്ങൾ, അനവധി കണ്ണുകൾ. അവയിൽ പലതും താൻ അറിയുന്നവയാണെന്ന് ദിവാകരന് തോന്നി. ഓരോ ചിത്രവും മുന്നിലെത്തുമ്പോൾ അയാൾ വിചാരിച്ചു, ഇതാ എൻ്റെ അച്ഛൻ, ഇതാ എൻ്റെ അമ്മ. പക്ഷേ അയാൾക്കൊരിക്കലും ആവശ്യമുള്ള ചിത്രങ്ങൾ കിട്ടിയതേയില്ല. ആദ്യത്തെ കട വിട്ടിറങ്ങുമ്പോൾ അയാൾ കച്ചവടക്കാരനോട് ചോദിച്ചു, ഒരു കടയിൽ കണ്ടത് വേറൊരു കടയിൽ കാണുകയില്ലല്ലോ, അല്ലേ? അങ്ങനെ ഉറപ്പൊന്നുമില്ല, വികൃതമായ മന്ദഹാസത്തോടെ കടക്കാരൻ പറഞ്ഞു. കിട്ടുന്ന പടങ്ങൾ മുഴുവൻ ഞങ്ങൾ ശേഖരിച്ചു വെക്കുന്നു. ഒരു പടം തന്നെ ചിലപ്പോൾ എല്ലാ കടകളിലും കണ്ടെന്ന് വരും. ദിവാകരന് പരിഭ്രമം തോന്നി. രണ്ടാമത്തെ കടയിൽ നിന്ന് പരിശോധനയും കഴിഞ്ഞ് നിരാശനായി ഇറങ്ങുമ്പോൾ അവിടുത്തെ കച്ചവടക്കാരൻ അന്വേഷിച്ചു, ഏതെങ്കിലും കുറെ പടങ്ങൾ പോരെ? ഇന്നത് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കുന്നത് അത്ര ബുദ്ധിയാണോ? വെറുതെ സമയം പാഴാണ്. എനിക്ക് വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങളാണ് ഞാൻ തിരക്കുന്നത്. കണ്ടവന്റെ ഒന്നും പടം എനിക്ക് ആവശ്യമില്ല. ലേശം ശോഭിച്ച് ദിവാകരൻ മറുപടി പറഞ്ഞു. മൂന്നാമത്തെ കച്ചവടക്കാരൻ ചോദിച്ചു, വേണ്ടപ്പെട്ടവരുടെ ചിത്രങ്ങൾ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുമെന്ന് എന്താ ഉറപ്പ്? എനിക്കറിയാം, ദിവാകരൻ പിറുപിറുത്തു. എങ്കിലും ആ ചോദ്യം അയാളെ ചെറുതായി കുഴക്കി. ഒരുപക്ഷെ പിന്നിട്ട അസംഖ്യം ഛായാപടങ്ങളിൽ ഒന്ന് അച്ഛൻ്റേതായിരുന്നില്ല എന്നെങ്ങനെ പറയാൻ പറ്റും? 10,000-കണക്കിന് ചിത്രങ്ങൾ ഒറ്റ മധ്യാഹ്നം കൊണ്ട് താൻ പരിശോധിച്ചു കഴിഞ്ഞിരുന്നു. കണ്ട് കണ്ട് ഏതാണ്ട് എല്ലാ പടങ്ങളും ഒരേപോലെയാണെന്ന് വരെ അയാൾക്ക് തോന്നി തുടങ്ങിയിരുന്നു. സന്ധ്യയായപ്പോൾ 16-ാമത്തെ കടയിൽ നിന്ന് വെറും കൈയുമായി ദിവാകരൻ ഇറങ്ങി. അയാൾക്ക് നന്നേ ക്ഷീണം തോന്നി. അതുവഴി കടന്നുപോയ ഒരു വഴിയാത്രക്കാരനെ വിളിച്ചു നിർത്തി അയാൾ ചോദിച്ചു, ഈ തെരുവിൽ എത്ര കടകളുണ്ട്? എനിക്കറിയില്ല, ആരും കണക്കെടുത്തിട്ടില്ലെന്ന് മാത്രം അറിയാം, അയാൾ പറഞ്ഞു. ആയിരക്കണക്കിനുണ്ടാവണം. ദിവാകരൻ അമ്പരന്ന് പോയി. ഇനി എത്രയെത്ര മുഖങ്ങളിലൂടെ കണ്ണോടിച്ചാലാണ് തനിക്ക് ആവശ്യമുള്ള ചിത്രങ്ങൾ ലഭിക്കാൻ പോകുന്നതെന്ന് അയാൾ അത്ഭുതപ്പെടുകയായിരുന്നു. എന്നിട്ടും അയാൾ ശ്രമം ഉപേക്ഷിച്ചില്ല. രാത്രി ആയതോടെ തെരുവിൽ വിളക്കുകൾ തെളിഞ്ഞു. ഓരോ കച്ചവടക്കാരനും അവനവന്റെ കട കഴിയുന്നത്ര ഭാവനാപൂർണമായി വെളിച്ചം കൊണ്ട് നിറയ്ക്കാൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്
ദിവാകരൻ ശ്രദ്ധിച്ചു. എന്നാൽ വീണ്ടും 2-3 കടകൾ കൂടി പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് ആ വെളിച്ചത്തിന് പിന്നിൽ ഒരു ചതിവുണ്ടെന്ന് മനസ്സിലായത്. ദീപാലങ്കാരങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നെങ്കിലും ഛായാപടങ്ങൾ സൂക്ഷിക്കുന്ന മുറികളിലെ വെട്ടത്തിന് ഏതാണ്ട് ഒരേ സ്വഭാവമാണ് ഉള്ളതെന്ന് അയാൾക്ക് തോന്നി. ഒരേ തരം പ്രകാശം. ആ ധാരാളിത്തത്തിൽ മുഖങ്ങൾക്കും ഏകാന്തത വീണിരിക്കുന്നു. രാത്രി കനത്തു. ദിവാകരൻ പിൻവാങ്ങിയില്ല. പ്രകാശത്തിന്റെ കബളിപ്പിക്കലിനെ അതിജീവിച്ചും ആവശ്യമുള്ള ചിത്രങ്ങൾ തന്നെ കൈക്കലാക്കുമെന്ന് അയാൾ പ്രതിജ്ഞയെടുത്തു. ഒരു ഭയം മാത്രമാണ് അപ്പോഴും അയാളെ നിരുത്സാഹപ്പെടുത്തിയത്. ഛായാചിത്രങ്ങളുടെ സമുദ്രങ്ങൾ തന്നെ പിന്നിട്ടതുകൊണ്ട് തനിക്ക് ആവശ്യമുള്ള മുഖങ്ങൾ ഏതെന്ന് അയാൾ കുറേശ്ശെ മറന്നു തുടങ്ങിയിരുന്നു. അവസാനം കയറിയ കടയിൽ നിന്ന് "ഇതാ എൻ്റെ അച്ഛൻ" എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഏതോ ഒരു വൃദ്ധന്റെ പടം വാരി വലിച്ചെടുക്കാൻ തുടങ്ങിയ സംഭവം അയാളുടെ ആത്മവിശ്വാസം ചെറുതായി ഉലച്ചിരുന്നു. പാതിരാവായി. ദിവാകരൻ നന്നേ തളർന്ന് അവശനായി കഴിഞ്ഞിരുന്നു. ഈ കടകൾ അടയ്ക്കാറില്ലേ? ഒരു പുതിയ കടയിലേക്ക് കയറിക്കൊണ്ട് അയാൾ അന്വേഷിച്ചു. ഇല്ലല്ലോ, കടക്കാരൻ പറഞ്ഞു. ഞങ്ങൾക്ക് രാത്രിയും പകലും എന്ന ഭേദമില്ല. ആ മറുപടി അയാളെ കൂടുതൽ തളർത്തി. ഒരിടവേള കിട്ടിയിരുന്നെങ്കിൽ എന്നയാൾക്ക് ആഗ്രഹം തോന്നി. പടങ്ങൾ നോക്കി നോക്കി കൺപോളകൾക്ക് കനം വെച്ചിരിക്കുന്നു. പുതിയ ഒരു പടത്തിലേക്ക് മിഴിയൂന്നുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് ചാടുന്ന അവസ്ഥ. നിങ്ങൾ ആകെ അവശനായിരിക്കുന്നു, കടക്കാരൻ ദിവാകരന്റെ തോളിൽ തട്ടി പറഞ്ഞു. വിശ്രമിക്കൂ, പുലർന്നിട്ട് തിരച്ചിൽ തുടരാം. എനിക്ക് ക്ഷീണമൊന്നുമില്ല, ദിവാകരൻ ഉന്മേഷം നടിച്ചു. ഞാൻ എൻ്റെ ബന്ധുക്കളുടെ ചിത്രങ്ങൾ തിരയട്ടെ. പുതിയൊരു ഉത്സാഹത്തോടെ അയാൾ കടയ്ക്കുള്ളിലേക്ക് കയറിപ്പോയി. അസംഖ്യം ചിത്രങ്ങളുടെ നിരയ്ക്ക് മുന്നിൽ എന്തു ചെയ്യണമെന്നറിയാതെ അവിടെയും ദിവാകരൻ പകച്ചു നിന്നു. തല കറങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. മുഖങ്ങളുടെ സാദൃശ്യം അയാളെ വിഷമിപ്പിച്ചു. എനിക്ക് ഒരിക്കലും ആ ചിത്രങ്ങൾ കിട്ടാൻ പോകുന്നില്ല, കണ്ടാൽ പോലും അവയെ ഞാൻ തിരിച്ചറിയാൻ പോകുന്നില്ല, അയാൾ സ്വയം പിറുപിറുത്തു ഈ സമുദ്രത്തിൽ നിന്ന്. അപ്പോഴേക്കും കടയ്ക്കുള്ളിലേക്ക് 2 കൊച്ചു കുട്ടികൾ കടന്നു വന്നു. 6ഉം 7ഉം വയസ്സായ 2 ആൺകുട്ടികൾ. അവരുടെ ചൊടിയുള്ള കാലടി ശബ്ദം ആ സമയത്ത് ദിവാകരനെ ഭയപ്പെടുത്തി. അയാൾ ഒരു മൂലയിലേക്ക് മാറി ഭിത്തിയിൽ ചാരി നിന്നു. ആ കുട്ടികൾ പോയി കഴിഞ്ഞ് തിരച്ചിൽ തുടരുകയാവും ബുദ്ധിയെന്ന് അയാൾക്ക് തോന്നി. പുറത്തു തെരുവിൽ വെളുപ്പാങ്കാലമാകുന്നത് ദിവാകരൻ കണ്ടു. പടങ്ങൾ നോക്കി നോക്കി കുട്ടികൾ അയാൾ നിൽക്കുന്നിടത്തെത്തി. ദിവാകരനെ കണ്ട് അവർ നിന്നു. അവരുടെ കണ്ണുകൾ അയാളുടെ തുറന്ന കൺപോളകളിൽ തറച്ചു. അവരുടെ തിരച്ചിൽ തൻ്റെ മുമ്പിൽ ഒടുങ്ങുന്നു എന്ന് ദിവാകരൻ ഭയപ്പാടോടെ അറിഞ്ഞു. നോക്കി നിൽക്കെ കുട്ടികളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിശബ്ദമായി അവർ കരയാൻ തുടങ്ങി. ആ കരച്ചിൽ കണ്ടു നിൽക്കുക വിഷമമായിരുന്നെങ്കിലും എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലായിരുന്നതുകൊണ്ട് അയാൾ അവിടെ തന്നെ നിന്നു. ഏറെ നേരത്തെ തിരച്ചിലിന് ശേഷം അവർ കടക്കാരനെ അകത്തേക്ക് വിളിച്ചു. ഇതാ, ഈ പടമാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്നത്, ഏങ്ങലടിക്കിടയിൽ അവർ പറഞ്ഞു. കടക്കാരൻ ദിവാകരനെ ഒരു വലിയ കടലാസ് കൂട്ടിലാക്കി ഭംഗിയായി പൊതിയാൻ തുടങ്ങി. കാരണം മരിച്ചവരുടെ ഛായാപടങ്ങൾ മാത്രം വിൽക്കുന്ന ഒരു തെരുവായിരുന്നല്ലോ അത്. താങ്ക് യു സർ. താങ്ക് യു ടു എവരിബഡി. Thank you, ma'am. Okay, then Srikumari, ma'am. I'm not here. ഗുഡ് ഈവനിങ് ആൾ. താങ്ക് യു സർ, ഞാനൊരു അവസരം തന്നതിന്. ഞാൻ ഒരു പഴയ കഥയാണ് പറയാൻ പോകുന്നത്. തെനാലി രാമൻ കഥ. ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ഒരു വിദൂഷക ചക്രവർത്തിയുടെ കഥ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ. ഞാനൊരു കടങ്കഥ പറയാം. അതിന് ശരിയായ ഉത്തരം പറയുന്ന ആളിന്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്നതാണ്. ആരും ശരിയായ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ മഹാരാജാവ് ഒഴികെ മറ്റെല്ലാവരും എൻ്റെ കാൽക്കൽ വീണു നമസ്കരിക്കണം, എൻ്റെ അടിമകളാവണം. സംഭവം നടന്നത് ഇപ്പോഴൊന്നുമല്ല. അങ്ങ് വിജയനഗര സാമ്രാജ്യത്തിൽ കൃഷ്ണദേവരായ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ഒരു വിദേശ പണ്ഡിതൻ കൊട്ടാരത്തിൽ വന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ്. വെല്ലുവിളി സ്വീകരിച്ച മട്ടിൽ മഹാരാജാവ് അടക്കം എല്ലാവരും മൗനം പൂണ്ടിരുന്നു. പണ്ഡിതൻ കഥ ആരംഭിച്ചു. ഒരിക്കൽ സഹോദരിമാരായ 3 സുന്ദരിമാർ ഒരു കാട്ടാറിന്റെ തീരത്ത് വെള്ളം കോരുവാൻ വന്നു. ഒരുവൾ വിവാഹിത, മറ്റു 2 പേർ കന്യകമാർ. അവർ നോക്കിയപ്പോൾ നദീതീരത്ത് ഒരു മരച്ചുവെട്ടിൽ
ഒരു സന്യാസി ഇരുന്ന് തപസ് ചെയ്യുന്നു. ഏകാഗ്രമായ തപസ്. ഏകാഗ്രമായി തപോനിഷ്ഠനായി ഇരിക്കുന്ന സന്യാസിയുടെ കണ്ണുമടച്ചുള്ള ആ ഇരിപ്പ് സുന്ദരിമാർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവർ സന്യാസിയെ പരിഹസിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് കൈകൊട്ടി കളിച്ചു. കണ്ണുമടച്ചു തപസ് ചെയ്യും സന്യാസി കണ്ണന്നു തുറന്നാട്ടെ, കൺമണിമാരെ കണ്ടാട്ടെ, കൺമണിമാരെ കണ്ടാട്ടെ. കളഭക്കുറി പൂശിയ മെയ്യിൽ കാമശരങ്ങൾ കൊണ്ടിട്ടും കണ്ണുമടച്ചു തപസ്സിരിക്കും സന്യാസി. ഈ ആട്ടവും പാട്ടും ഒന്നും സന്യാസി അറിയുന്നേയില്ല. മുനി കണ്ണു തുറക്കുന്നില്ല. സുന്ദരിമാർ പക്ഷേ പോയില്ല. മോഹന നൃത്തമാടി രസിച്ചു നിന്നു. ഇത്രയൊക്കെ പരിഹസിച്ചിട്ടും പൊട്ടിച്ചിരിച്ചിട്ടും സന്യാസി എന്തേ അനങ്ങാത്തത്? അവർ ചിന്തിച്ചു. അതിനാൽ അവരൊരു കാര്യം ചെയ്തു. തടാകത്തിൽ പോയി വെള്ളമെടുത്ത് സന്യാസിയുടെ തലയിൽ ഒഴിച്ചു. പെട്ടെന്ന് സന്യാസി കണ്ണു തുറന്നു. സന്യാസിയുടെ കണ്ണുകൾ തീജ്വാലകളായി. കോപം പൂണ്ട സന്യാസി ഉഗ്രമായ ഒരു ശാപവും കൊടുത്തു. ഹേ ചപലകളായ നാരികളെ, നിങ്ങൾ 3 പേരും 3 ചെടികളായി തീരട്ടെ. ശാപം കേട്ട് 3 പേരും ഭയന്ന് വിറച്ചു പൊട്ടിക്കരഞ്ഞു. താപസന്റെ കാൽക്കൽ വീണു. സന്യാസിയുടെ മനസ്സലിഞ്ഞില്ല. കൂട്ടത്തിൽ വിവാഹിത പറഞ്ഞു, സ്വാമി, എനിക്കെങ്കിലും മാപ്പ് തരണം. എന്റെ മംഗല്യം കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ല. എന്റെ പ്രിയതമന്റെ പ്രാണനാണ് ഞാൻ. എന്നെ കാണാതെ വന്നാൽ പിന്നെ ഒരു നിമിഷം അദ്ദേഹം ജീവിച്ചിരിക്കില്ല. എനിക്കെങ്കിലും ശാപമോക്ഷം തരണം. താപസന്റെ മനസ്സലിഞ്ഞു. ശരി, എങ്കിൽ പകലെല്ലാം നീ ചെടിയാകൂ, രാത്രിയിൽ പ്രിയന്റെ സഖിയാകൂ. അവൾ സമ്മതിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. പകലെങ്ങും ഭാര്യയെ കാണാത്തതിൽ ഭർത്താവിന് സംശയമായി, അന്വേഷണമായി. അവസാനം ഭാര്യ സത്യം പറയേണ്ടി വന്നു. ഭാര്യയെ അതിരറ്റു സ്നേഹിക്കുന്ന ആ ഭർത്താവ് അതീവ ദുഃഖിതനായി. അയാൾ തീരുമാനിച്ചു. ഒരു ദിവസം ഭർത്താവ് നദീതീരത്തെത്തി. താപസന്റെ കാൽക്കൽ വീണു. സ്വാമി, മാപ്പാക്കണം. എന്റെ ഭാര്യയും സഹോദരിമാരും ചെയ്ത തെറ്റ് മാപ്പാക്കണം. അവിടുന്ന് കേൾക്കാമോ സാറേ? കേൾക്കാം മാഡം, കേൾക്കാം. പറഞ്ഞോളൂ. നല്ല അവിടുന്ന് അനുഗ്രഹിക്കണം സ്വാമി. താപസന്റെ മനസ്സലിഞ്ഞു. ശരി, ഞാൻ ശാപമോക്ഷം തരാം. പക്ഷേ ഒരു വ്യവസ്ഥ. ഒരേപോലെ നിൽക്കുന്ന ഈ 3 ചെടികളാണ് നിന്റെ ഭാര്യയും സഹോദരിമാരും. ഇതിൽ നിന്റെ ഭാര്യയെ തിരിച്ചറിഞ്ഞ് ആ ചെടിയിൽ നിന്ന് ഒരു പൂവിറുക്കണം. ആ ചെടി നിന്റെ ഭാര്യയാണെങ്കിൽ 3 പേർക്കും ശാപമോക്ഷം. അഥവാ നിനക്ക് തെറ്റുപറ്റിയാൽ പിന്നെ അവർക്കൊരിക്കലും ശാപമോക്ഷമില്ല. ഭർത്താവ് സമ്മതിച്ചു. ഈ പ്രേമഭക്തനായ ഭർത്താവ് ഒരേപോലെ നിൽക്കുന്ന 3 ചെടികൾ നിരീക്ഷിച്ചു. ഭഗവാനെ ധ്യാനിച്ചു. ഒന്നിൽ നിന്നും പൂവിറുത്തു. ഇതാ 3 പേരും പ്രത്യക്ഷരായി. വിജയനഗര സാമ്രാജ്യത്തിലെ പണ്ഡിതന്മാരെ പറയൂ, ആ ഭർത്താവ് എങ്ങനെ തന്റെ ഭാര്യയെ തിരിച്ചറിഞ്ഞു? പണ്ഡിതൻ ചോദിച്ചു. പണ്ഡിതന്മാരൊക്കെ ഇരുന്ന് പരുങ്ങി. ആർക്കും ഉത്തരവില്ല. മഹാപണ്ഡിതനായ രാജഗുരു പോലും തല കുമ്പിട്ടിരുന്നു. വിദേശ പണ്ഡിതന് ഗർവ് കൂടി. ആർക്കും ഉത്തരമില്ലെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിലെ പണ്ഡിതന്മാരെ, നിങ്ങളെല്ലാം എന്റെ കാൽക്കൽ വീഴണം. വിദ്വാൻമാർ ഞെട്ടിപ്പോയി. മഹാരാജാവ് വിഷണ്ണനായി. പൊന്നുതമ്പുരാൻ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ചാൽ അടിയൻ ഉത്തരം പറയാമേ. ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കൃശഗാത്രനായ ഒരു ബ്രാഹ്മണ യുവാവ് എഴുന്നേറ്റ് നിൽക്കുന്നു. ശരി, കേൾക്കട്ടെ, എന്താണ് നിന്റെ ഉത്തരം? പൊന്നുതമ്പുരാനെ, തലേന്നാൾ രാത്രിയിൽ ഒന്നുകിൽ മഴ പെയ്തിരിക്കണം, അല്ലെങ്കിൽ മഞ്ഞു പെയ്തിരിക്കണം. ഇരവിയിലെ മഞ്ഞും മഴയുമേറ്റ് ഇലയെല്ലാം ജലകണമിറ്റു നിന്നു. ഇരവിയിലെ മണവറ ശയ്യയിൽ വാണവൾ, ഇടയില്ല ജലകണം പേറി നിൽക്കാൻ. രാത്രിയിൽ നദീതീരത്ത് 2 ചെടികളും നനഞ്ഞിട്ടുണ്ടാകും. എങ്കിൽ മഴ പെയ്തിരിക്കും, അല്ലെങ്കിൽ മഞ്ഞു പെയ്തിരിക്കും. അങ്ങനെ തന്റെ ഭാര്യ മണവറയിലായിരുന്നല്ലോ. അങ്ങനെയാണ് അയാൾ തന്റെ ഭാര്യയെ തിരിച്ചറിഞ്ഞത്. കൊള്ളാം.
ഉത്തരം ശരിയാണ്. മഹാരാജാവ് അത്ഭുതപ്പെട്ടു പോയി. എല്ലാവരും സന്തോഷിച്ചു. ഹേ യുവാവേ, നിന്റെ പേരെന്താ? നീ എവിടുന്ന് വരുന്നു? എല്ലാം പറയൂ. പൊന്നു തമ്പുരാനെ, അടിയന്റെ പേര് രാമകൃഷ്ണലു എന്നാണ്. തെനാലി എന്ന ഗ്രാമത്തിൽ നിന്നാണ് അടിയൻ വരുന്നത്. അടിയനെ എല്ലാവരും തെനാലി രാമൻ എന്ന് വിളിക്കും. ശരി, ഈ സഭയുടെ അഭിമാനം രക്ഷിച്ചതിന് നിനക്ക് ആവശ്യമുള്ളത് എന്തു വേണേലും ചോദിച്ചോളൂ, തരുന്നതാണ്. പൊന്നു തമ്പുരാനെ, അടിയന് മറ്റൊന്നും വേണ്ട. അവിടുത്തെ ഈ വിജയനഗര സാമ്രാജ്യത്തിൽ രാജ്യസഭയിൽ ഒരു വിദൂഷകനായാൽ മാത്രം മതി. രാജാവ് സമ്മതിച്ചു. മറ്റുള്ള എല്ലാവർക്കും സന്തോഷമായി. വിജയനഗര സാമ്രാജ്യത്തിന്റെ ആസ്ഥാന വിദൂഷകനായി നാമിതായ ഈ രാമനെ വാഴിച്ചിരിക്കുന്നു, രാജാവ് പറഞ്ഞു. പക്ഷേ രാജഗുരു ഒരാൾക്ക് മാത്രം സന്തോഷമില്ല, രാജഗുരു. ഒരുപാട് കഥ ഇനി നീട്ടുന്നില്ല, ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു മാം. ഉഷ മാം. ഗുഡ് ഈവനിങ് ടു ആൾ. ടാക്സി ഡ്രൈവറായ അമീർ അന്ന് വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയായിരുന്നു. വേഗം ഒന്ന് വീടണയാൻ ആഗ്രഹിച്ചു നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു മെസ്സേജ് വന്നത്. യാത്രയ്ക്കുള്ള ബുക്കിംഗ് ആണ്, ഇനി വയ്യ, വേറെ ആരെയെങ്കിലും വിടാം. പക്ഷെ ആരെയും കിട്ടിയില്ല. അമീർ തന്നെ പുറപ്പെട്ടു. പഴയ കുറെ വീടുകളുള്ള സ്ഥലത്താണ് ലൊക്കേഷൻ. പക്ഷെ ആരെയും കാണുന്നില്ലല്ലോ. വിളിച്ചു നോക്കിയിട്ട് ഫോണും എടുക്കുന്നില്ല. തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ മനസ്സിനൊരു വിഷമം. വണ്ടിയിൽ നിന്നിറങ്ങി വീടിന്റെ വാതിലിൽ തട്ടി വിളിച്ചു. അകത്ത് ആരോ ഉണ്ട്. കുറച്ച് കാത്തിരുന്നപ്പോൾ വാതിൽ തുറന്നത് ഒരു മുത്തശ്ശി, കൂടെ വലിയൊരു ബാഗ്. ക്ഷമിക്കണം, ബാഗ് എടുക്കാൻ പറ്റുന്നില്ല മോനെ, അതുകൊണ്ടാണ് കേട്ടോ, അമീർ സഹായിച്ചു. മുത്തശ്ശി വാതിൽ പൂട്ടി കാറിലേക്ക് കയറി. യാത്ര തുടങ്ങി. നഴ്സിംഗ് ഹോമിലേക്കാണ് പോകേണ്ടത്. എളുപ്പ വഴിയിലൂടെ പോയാൽ അധികം ദൂരമില്ല. പക്ഷെ മുത്തശ്ശിക്ക് അതുവഴി പോകണ്ട. ടൗണിലൂടെ പോകാമോ? അമീർ ഒന്ന് മടിച്ചു. വേഗമൊന്ന് വീടെത്താനുള്ള കൊതിയോടെ ചോദിച്ചു. ടൗണിലൂടെ പോകണോ? എനിക്ക് വേറെ ഒരുപാട് തിരക്കുണ്ട്. നമുക്ക് എളുപ്പ വഴിക്ക് പോകാം. തിരക്കുണ്ടെങ്കിൽ വേണ്ട മോനെ, ടൗണൊന്ന് കാണാൻ ആഗ്രഹം തോന്നി, അതാണ്. രൂപ വേണ്ടത് തരാം എന്ന് കാണുന്നതല്ലേ? അമീറിന്റെ ചോദ്യത്തിന് അവർ പെട്ടെന്ന് മറുപടി പറഞ്ഞില്ല. എന്തോ ആലോചിച്ച് സങ്കടപ്പെട്ടു. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ആളാ. ഞാനും ഭർത്താവും ഇവിടെ ഡോക്ടർമാരായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. എനിക്കും വയ്യാതായിരിക്കുന്നു. രോഗം ശരീരത്തെയാകെ ബാധിച്ചിട്ടുണ്ട്. അധിക ദിവസങ്ങളൊന്നും എനിക്കിനി ബാക്കിയില്ല. മിക്കവാറും ഇതിന്റെ അവസാനത്തെ യാത്രയാവും. അതുകൊണ്ടൊരു ആഗ്രഹം. തിരക്കുണ്ടെങ്കിൽ വേണ്ട മോനെ. ഇല്ല, തിരക്കില്ല, അമീർ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ടൗണിലേക്ക് വണ്ടി തിരിച്ചു. മുത്തശ്ശി കണ്ണുകൾ തുടച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ പോലെ പുറത്തെ കാഴ്ചകളിലേക്ക് എത്തി നോക്കി. ഓരോ വഴികളിലൂടെയും അവർ സഞ്ചരിച്ചു. ആ കോഫി ഷോപ്പ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു, മുത്തശ്ശി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു. എന്റെ ഭർത്താവിനെ ഞാൻ ആദ്യമായി കണ്ടത് ആ കാണുന്ന ഹോസ്പിറ്റലിന്റെ മുന്നിൽ വെച്ചാണ്. ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചത് നമ്മുടെ പഴയ ആശുപത്രിയിലാണ്. ആ സ്ഥലം കണ്ടോ? അവിടെ ഒരു ഹാളുണ്ടായിരുന്നു. അവിടെ വെച്ചായിരുന്നു ഞങ്ങളുടെ വിവാഹം. ഓർമ്മകൾ ഒരു ആൽബം കാണിച്ചു കൊടുക്കുന്നത് പോലെ ചൂണ്ടി ചൂണ്ടി വിശദീകരിച്ചു. ഇടയ്ക്ക് ഒന്നും ഇടാതെ കരഞ്ഞു. ഓരോ സ്ഥലത്തും അമീർ വണ്ടി നിർത്തിക്കൊടുത്തു. മുത്തശ്ശി മതിയെന്ന് പറയും വരെ. ആ യാത്ര നീണ്ടുപോയി. എന്നും കാണുന്ന കാഴ്ചകളും കെട്ടിടങ്ങളും ഈ മുത്തശ്ശിക്ക് ജീവന് തുല്യം വിലയുള്ള ഓർമ്മകളാണല്ലോ എന്നോർത്ത് ധാരാളം സമയം അമീർ കൂടെ തന്നെ നിന്നു. നേഴ്സിംഗ് ഹോമിൽ എത്തിയപ്പോൾ ഒരുപാട് വൈകി. മുത്തശ്ശി കൊടുത്ത പണം അമീർ വാങ്ങിയില്ല. വേണ്ട, നമ്മുടെ യാത്ര എനിക്ക് ഒരിക്കലും നടത്താൻ കഴിയില്ല. മുത്തശ്ശി കരഞ്ഞു. അമീറിന്റെ മനസ്സ് വല്ലാതായി. യാത്ര ചോദിച്ച് നേഴ്സിംഗ് ഹോമിലേക്ക് കയറി പോകുമ്പോൾ അമീർ സങ്കടത്തോടെ അവരെ നോക്കി നിന്നു. വാതിലടഞ്ഞു. ഒരു വലിയ ജീവിത പുസ്തകത്തിന്റെ അവസാനത്തെ അധ്യായത്തിലേക്ക് ഒരാൾ നടന്നു കയറുന്നത് പോലെ തോന്നി. പ്രിയപ്പെട്ടവരുടെ മണമുള്ള ഓർമ്മകളാണ് ആയുസിന്റെ ഇന്ധനമെന്ന്
ആ ഒരൊറ്റ രാത്രി കൊണ്ട് അമീർ പഠിച്ചു. മറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിലർ ചോദിക്കാറില്ലേ? ഒരു വഴിയുമില്ല. മറക്കാൻ ശ്രമിക്കേണ്ട, നടക്കില്ല. ബോധപൂർവം സംഭവിക്കുന്ന കാര്യമേയല്ല അത്. ഓർമ്മയുടെ മരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടവ എല്ലാം പോകും. നിലനിൽക്കാൻ യോഗ്യതയുള്ളവർ മാത്രം ബാക്കിയാവും. ചില മുഖങ്ങളും ചില നിമിഷങ്ങളും മാത്രം ഓർമ്മയിൽ തങ്ങുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഓർമ്മശക്തി കൊണ്ട് മാത്രമാണോ? അല്ല, ആ മനുഷ്യരുടെയും ആ നിമിഷങ്ങളുടെയും ശക്തി കൊണ്ടാണ്. അമീർ യാത്ര തുടർന്നു. ആയുസിന്റെ ഇന്ധനമെന്ന ഈ കൊച്ചു കഥ എനിക്ക് പരിചയമില്ലാത്ത പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ മുൻപ് സമർപ്പിക്കുന്നു. താങ്ക് യു ഓൾ ഓഫ് യു. ഓക്കെ മാം, താങ്ക് യു. ഗോകുമാർ സർ. എല്ലാവർക്കും നമസ്കാരം. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു കഥയാണെന്ന് പറയാൻ പറ്റില്ല. ഈ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കും ഇനി നടക്കാൻ സാധ്യതയുമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതാണ്. ഒരമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പൊ കുഞ്ഞിന്റെ അച്ഛൻ നേരത്തെ മരിച്ചുപോയി. ഈ അമ്മയ്ക്ക് ജോലിയില്ല. അമ്മ പരിസരത്ത് പോയി കിട്ടുന്ന ജോലി ചെയ്ത് കിട്ടുന്ന കൊണ്ട് ഈ മകനെ വളർത്തി മകനെ അവസാനം പഠിപ്പിച്ചു. അവസാനം മകന് ജോലി കിട്ടി. അന്ന് ഒരു മണിമാല, അമ്മയ്ക്ക് ഒരു മണിമാല ഉണ്ടാകുന്ന വെച്ച് മണിമാലയും കൊണ്ട് വീട്ടിൽ വന്ന് അമ്മയ്ക്ക് കൊടുക്കുന്നു. അമ്മ മണിമാല വാങ്ങിച്ചിട്ട് മോനോട് പറഞ്ഞ്, മോനെ ഇന്ന് കാര്യം ചെയ്യണം, ഇന്ന് എന്റെ കൂടെ കിടക്കണം, എന്റെ മുറിയിലേക്ക് കൂടെ കിടക്കണം. ഞാൻ സമ്മതിച്ചു. മകൻ അമ്മ പറഞ്ഞു, മോനെ എനിക്ക് അല്പം വെള്ളം വേണം, കുറച്ച് വെള്ളം കൊടുത്തു. വീണ്ടും സാറേ ക്ലിയർ അല്ലല്ലോ, തിരിയുന്നില്ല, കേൾക്കാൻ പറ്റുന്നില്ല ശരിക്കും. ക്ലിയർ ആയിട്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഗോകുമാർ സാറേ, സ്വല്പം ഒന്ന് മാറി നിന്നോ, റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. ഗോകുമാർ സാർ കട്ടായി പോയോ? വീഡിയോ ഓഫാക്കിയാൽ കുറച്ച് കിട്ടുമായിരിക്കും. വീഡിയോ ഓഫ് ആയിരുന്നു തോന്നുന്നു. സാറ് കട്ടായി പോയത്, റേഞ്ച് പ്രോബ്ലം ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗോകുമാർ സാറിന് ഒരു അവസരം കൊടുക്കാം. അടുത്തത് സ്നേഹലത മാം. സ്നേഹലത മാം കേൾക്കാമോ? കേൾക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ രമാവതി മാം. എല്ലാവരും എന്നോട് ക്ഷമിക്കുക. ഞാനിപ്പോ ഒരു കഥ തട്ടിക്കിട്ടിയതാണ്. അതിൽ തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് എന്നോട് പറഞ്ഞു തരാൻ വേണം. അത് കഴിഞ്ഞിട്ട് അനന്തുമാഷ് പതിവിലും നേരത്തെ ഉണർന്നു. കുളിച്ചു തോർത്തുന്നതിനിടയിൽ അടുക്കളയിലേക്ക് വലിഞ്ഞു നോക്കി. ശാരദേ, ചായ എടുത്തോളൂ. പിന്നെ ഒരു കാര്യം, മോൻ കൊണ്ടുവന്ന ജീൻസ് പാൻസ് എവിടെയാ? ഭാര്യ തെല്ലൊരു അതിശയത്തോടെ മാഷെ നോക്കി. പതിവിലും വിപരീതമായി മുണ്ടിന് പകരം പാൻസോ? അതും ഈ ടൈറ്റ് ജീൻസ്. പെൻഷൻ പറ്റി കുറച്ച് വർഷങ്ങളായില്ലേ മാഷേ? പ്രായത്തിനൊത്ത് വേഷം കെട്ടിയാൽ പോരെ? ശാരദ ജീൻസ് പാൻസും ഒത്ത നിറമുള്ള ടീഷർട്ടും എടുത്തു വെച്ചു. പ്രാതൽ കഴിച്ചതിന് ശേഷം ഒരു മൂളിപ്പാട്ടും പാടി എങ്ങനെയോ കഷ്ടപ്പെട്ട് പാൻസിനുള്ളിൽ കയറിപ്പറ്റി. മോൻ കൊണ്ടുവന്ന ചന്ദനത്തിന്റെ മണമുള്ള സ്പ്രേ പാറ്റയ്ക്ക് മരുന്നടിക്കുന്ന പോലെ ദേഹമാസകലം പൂശി. ഇന്ന് ട്രഷറിയിൽ അവളെ കാണുമോ? എൻ്റെ പ്രത്യേക വേഷം അവൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. എന്നെ നോക്കി പുഞ്ചിരിക്കാതിരിക്കില്ല. +2 പഠിക്കുമ്പോൾ കയ്യിലുള്ള നെല്ലിക്ക തട്ടിപ്പറിച്ചതിന് കുറ്റാരോപണം ചാർത്തി രൂപഭംഗിയില്ലാത്ത ശാരദയെ നിന്റെ പെണ്ണാണ് എന്ന് പറഞ്ഞ് തലയിൽ കെട്ടിവെച്ചു. ഡിഗ്രിയും കഴിഞ്ഞ് അധ്യാപകനായി ജോലി കിട്ടിയതിന് ശേഷമായിരുന്നു കല്യാണം. അവൾക്ക് എന്നോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെന്നും നെല്ലിക്ക തട്ടിയെടുക്കുമ്പോൾ വേണ്ടാതിടത്ത് തൊട്ടെന്ന് കള്ളം പറഞ്ഞെന്നും
തത്ത പറയുന്നത് പോലെ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. ബസ്സിൽ കയറിയപ്പോൾ സാധാരണ സീനിയർ സിറ്റിസൺ സീറ്റ് ആവശ്യപ്പെടാതെ അവകാശമായി കിട്ടിയിരുന്നതാണ്. സാരമില്ല, 10 മിനിറ്റ് അല്ലേ. മാഷ് പ്രയാസമില്ലാതെ നിന്നു. ട്രഷറിയിൽ എത്തിയതും മുന്നിൽ തന്നെ അതാ കിട്ടാക്കനിയായ ബാമ ടീച്ചർ. പഠിക്കുന്ന അവസരത്തിൽ എത്ര തവണ നമ്മൾ മനസ്സ് കൈമാറിയിട്ടുണ്ട്. അവസരം കിട്ടുമ്പോഴൊക്കെ ആ കണ്ണുകളിൽ നോക്കി ആ വിരലുകളെ സ്പർശിച്ചിട്ടുണ്ട്. നിനക്ക് എന്തിനാ ബാമേ ഇത്ര സൗന്ദര്യം വാരിക്കോരി തന്നത്? അനന്തു, നീയും സുന്ദരനല്ലേ? ആ മറുപടി കേട്ടപ്പോൾ മാഷിനും അതിയായ സന്തോഷം. ബാമയോട് മറ്റുള്ളവന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് മാഷിന് നന്നായിട്ട് അറിയാം. ബാമയോട് കഥകളിക്കാരനെ പോലെ പോകുന്നു എന്ന സിഗ്നൽ കൊടുത്തു. ബസ്സിൽ കയറിയപ്പോൾ പഠിപ്പിച്ച ഒരു ശിഷ്യൻ എനിക്ക് അവനിരുന്ന സീറ്റ് ഒഴിഞ്ഞു തന്നു. എൻ്റെ അടുത്ത് കമ്പിയിൽ തൂങ്ങി നിന്നു. തല കുറച്ച് താഴ്ത്തി എന്നോടായി, ഞാൻ സാറ് പഠിപ്പിച്ച അഖിലാണ്. ഓ, ഇപ്പോൾ കുട്ടിയെ എന്തു ചെയ്യുന്നു? എറണാകുളം ഒരു IT കമ്പനിയിൽ ജോലിയാ മാഷേ. ബസ്സിൽ നല്ല തിരക്കാണ്. മാഷ് എപ്പോഴും വിശാല മനസ്കനാണ്. തൊട്ടടുത്ത് ഒരു പെൺകുട്ടി കുട്ടിയെയും എടുത്ത് കഷ്ടപ്പെട്ട് നിൽക്കുന്നത് കണ്ട മാഷ്, മോളെ ഇങ്ങോട്ട് തന്നോളൂ. മടിയിലിരുത്തിയപ്പോൾ മാഷുടെ മനസ്സിൽ ഒരു കൊള്ളിയാൻ മിന്നി. കുട്ടിയെ മടിയിൽ വെച്ചപ്പോഴാണ് പാൻസിന്റെ സിപ്പ് ഇട്ടില്ല എന്ന് മനസ്സിലായത്. കുട്ടിയെ മടിയിലിരുത്തി അതിന് ഒരു ശ്രമം തുടങ്ങി. എതിർവശത്തിരുന്ന സ്ത്രീ കുഞ്ഞിന്റെ അമ്മയോട് എന്തോ അടക്കം പറഞ്ഞു. ധൃതിയിൽ ആ പെൺകുട്ടി മോളെ മടിയിൽ നിന്നെടുത്തു. വയസ്സന്മാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം. മാഷ് പാൻസിന്റെ സിബ് തുറന്നിരിക്കുന്നത് കാണാതിരിക്കാൻ കൈ മറച്ചു വെച്ചു. പിന്നെ അനന്തു മാഷിന്റെ ചുറ്റും യാത്രക്കാർ കൂടി. കുട്ടിയെ മടിയിലിരുത്തി എന്താ കിളവ ചെയ്തത്? ഞാൻ ഒന്നും ചെയ്തില്ല. ചിലർ ചെറിയ രീതിയിൽ ഉപദ്രവിക്കാനും തുടങ്ങി. വയസ്സുകാലത്ത് വേഷം കെട്ടി പുറപ്പെട്ടോളും. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ വിരമിച്ച അധ്യാപകനാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ശിഷ്യൻ എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയിരുന്നു. അവൻ എനിക്ക് വേണ്ടി വക്കാലത്ത് പറഞ്ഞു. എന്നെ പഠിപ്പിച്ച സാറാ. പഠിപ്പിക്കുന്ന കാലത്ത് സാറിന് അധ്യാപക അവാർഡ് കിട്ടിയിരുന്നു. അതുകൊണ്ടൊന്നും യാത്രക്കാർ തൃപ്തരായില്ല. മറ്റൊന്നും പറയണ്ട, ഡ്രൈവർ ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തോളൂ. അനന്തമാഷിന്റെ കണ്ണിൽ ഇരുട്ട് കയറി തുടങ്ങി. പിന്നെ ബോധം തെളിഞ്ഞപ്പോഴാണ് ആസ്പത്രി കിടക്കയിലെന്ന് മനസ്സിലായത്. തൊട്ടടുത്ത് ശാരദ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഇരിക്കുന്നു. അവൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. മാഷിന് എന്തോ കുറ്റബോധം തോന്നി. മനസ്സിൽ ശാരദയെ മാപ്പ്, മനസ്സിൽ ചിന്തിച്ച കൂട്ടത്തിൽ ശാരദയോടുള്ള സ്നേഹത്തിൽ ഞാൻ കലർത്തിയ വഞ്ചനയ്ക്കുള്ള ശിക്ഷയായിരിക്കും ഇതെന്ന് മാഷിന് തോന്നി. നന്ദി, നമസ്കാരം. ഓക്കെ, സ്നേഹലത മാം റെഡിയാണോ? സ്നേഹലത മാം കേൾക്കുന്നുണ്ടോ? വേറെ ആരെങ്കിലും കഥ പറയാനുണ്ടോ? വേറെ ആരെങ്കിലും? ജോർജ് സാർ, മനോജ് സാർ, ആരെങ്കിലും? പറഞ്ഞോളൂ. സത്യശീലൻ എന്നാണ് കഥയുടെ പേര്. ലളിതഗാനത്തിന് തിരുവനന്തപുരം ജില്ലയിൽ ഒന്നാമതെത്തിയ കുട്ടി. അവന്റെ അച്ഛൻ വാസ്തുവിദ്യയൊക്കെ അറിയാവുന്ന ഒരു ആശാരിയായിരുന്നു. 10ാം ക്ലാസ്സിൽ വെച്ച് അവന് അച്ഛനെ നഷ്ടപ്പെട്ടു. കുടുംബം പുലർത്താൻ അമ്മ ജോലിക്ക് പോയി. സത്യശീലൻ പഠിപ്പും നിർത്തി ആശാരിപ്പണി പഠിക്കാൻ തുടങ്ങി. അതിൽ മിടുമിടുക്കനായി. എല്ലാവരും സത്യശീലനെ വീട് പണിക്ക് വിളിക്കും. കുറെ നാൾ കൊണ്ട് സത്യശീലൻ സ്വന്തമായി ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. കൂടെ പണിയാൻ കുറെ ആൾക്കാരും. അങ്ങനെയിരിക്കെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പ് അവരുടെ കെട്ടിടം പണിയുടെ കോൺട്രാക്ട് സത്യശീലന് കൊടുത്തു. കെട്ടിടം പണി നല്ല രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കെ ഒരു തൊഴിലാളി മുകളിൽ നിന്ന് വീണു.
3 മാസം ആശുപത്രിയിൽ കിടന്നു. ജീവൻ രക്ഷിക്കാനായില്ല. ചാനലുകാരും മാധ്യമങ്ങളും ഈ വാർത്ത പുറത്തുവിട്ടത് ആ ബിസിനസ് ഗ്രൂപ്പിന് ഇഷ്ടപ്പെട്ടില്ല. അവർ തൊഴിലാളിയുടെ കുറ്റം കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന് വരുത്തി തീർത്തു. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ എന്തും നടക്കുന്ന നാടാണല്ലോ നമ്മുടേത്. അവർ സത്യശീലനുമായുള്ള കോൺട്രാക്ട് റദ്ദാക്കി. സത്യശീലന്റെ കൂടെ പണി ചെയ്യുന്നവർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. സത്യശീലൻ ഒരു പുതിയ വീട് വെച്ചതിന്റെ ലോൺ അടയ്ക്കേണ്ടതുണ്ട്. ഭാര്യയും 2 മക്കളുമായി ശാന്തമായി ജീവിച്ച സത്യശീലന്റെ മനസ്സിന്റെ താളം തെറ്റി. മദ്യത്തിൽ അഭയം തേടി. അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി. ഭാര്യയും അനുജന്മാരും ചേർന്ന് സത്യശീലനെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചു. അവിടുത്തെ പരിചരണത്തിൽ സത്യശീലൻ സാധാരണ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരുന്നു. വീട്ടിലെത്തിയിട്ട് ചെറിയ വീട് പണികൾ ചെയ്യണം. ഭാര്യ ഹിസ്റ്ററി MA ആണ്. എനിക്ക് നല്ല ജോലിയും വരുമാനവും ഉണ്ടായിരുന്നത് കൊണ്ട് അവൾ ജോലിക്കൊന്നും പോയില്ല. അവൾ എന്തെങ്കിലുമൊക്കെ ട്യൂഷനും ഒക്കെ എടുത്ത് ഞങ്ങളുടെ ലോണൊക്കെ അടച്ചു തീർക്കാം, കൊച്ചു കൊച്ചു പണികൾ ചെയ്യാം എന്നൊക്കെയാണ് സത്യശീലന്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷകൾ സഫലമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്നും മടങ്ങിയത്. ഇത്രയേ ഉള്ളൂ സാറേ, എൻ്റെ ഒരു അനുഭവകഥയാ. ഓക്കെ മാം. വേറെ ആർക്കെങ്കിലും? മനോജ് സാർ, ഒരു കഥ ഉണ്ടോ? ഇല്ല സാറേ, ഞാൻ കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണ്, കഥ പറയാനായിട്ട്. വേറെ ആർക്കെങ്കിലും? റോയ് സാർ, ആർക്കെങ്കിലും ഒരു അവസരം? ജോർജ് സാർ? ആരുമില്ല. ഗോകുമാർ സാർ ജോയിൻ ചെയ്തില്ല എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, എങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കഥ ഞാനും കൂടെ പറയാം, എന്നിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ കഥയുടെ പേര് അവസാനം പറയാം. കഥ എങ്ങനെയാണ് തുടങ്ങുന്നത്? മാഷേ, മാഷേ. എന്താ സുധാകര? മാഷേ, ഭാര്യ ഗർഭിണിയായി. കുറെ കഴിഞ്ഞിട്ട് മതിയെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാ. പക്ഷെ എവിടെയൊക്കെയോ പാളിപ്പോയി. എനിക്കെന്നും ഉപദേശം തന്നിരുന്ന മാഷിനോട് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മാഷ് കുറച്ചു നേരം എന്നെ നോക്കി. ഞാൻ സൂചിപ്പിച്ചു, ഇത് 6-ാം മാസമാണ്, എനിക്ക് എന്തായാലും ലീവില്ല. അപ്പോൾ അവൾ ഒറ്റയ്ക്കാണ്. മാഷ് പരിഹാരം പറഞ്ഞു തുടങ്ങി. സുധാകര, പേടിക്കണ്ട, ഒരു പാക്കേജ് ഉണ്ട്. 7-ാം മാസത്തിൽ അഡ്മിറ്റ് ആകണം. പ്രസവാനന്തര ചികിത്സയും കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കും. അഡ്രസ്സും ഫോൺ നമ്പറും എഴുതിയെടുത്തോളൂ. നമ്പർ തെറ്റരുത് എന്ന് മാഷ് പ്രത്യേകം എടുത്തു പറഞ്ഞു. മാഷിനോട് നന്ദിയും യാത്രയും ഒരുമിച്ച് പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടന്നു. മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ മാഷിനെ അന്വേഷിച്ചിറങ്ങി. മാഷേ, കുട്ടിക്ക് 4 മാസമായി. ഭാര്യയ്ക്ക് ലീവ് നീട്ടാൻ യാതൊരു മാർഗവുമില്ല. എനിക്കാണെങ്കിൽ ഒരു ചെറിയ പ്രമോഷനും കിട്ടി. മാഷിന് കാര്യം മനസ്സിലായി. മാഷ് പരിഹാരം പറഞ്ഞു തുടങ്ങി. 3 വയസ്സുവരെ കുട്ടിയെ നോക്കുന്ന ഒരു പാക്കേജ് ഉണ്ട്. രാവിലെ വരും, വൈകിട്ട് പോകും. ഫുൾ ടൈം വേണമെന്നുണ്ടെങ്കിൽ പാക്കേജിൻ്റെ സ്വഭാവം മാറും. ഫോൺ നമ്പർ എഴുതിക്കോളൂ, നമ്പർ തെറ്റിപ്പോകരുത്. വളരെ സന്തോഷമായി. ഞാൻ പോന്നു. 3 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും ഞാൻ മാഷിനെ തേടി ചെന്നു. മാഷേ, എൻ്റെ കുട്ടിക്ക് 4 വയസ്സായി. ഞങ്ങളുടെ ജോലി ഒന്നുകൂടി ടൈറ്റായി വരുന്നു. കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഒന്നും നോക്കാൻ പറ്റുന്നില്ല. എന്താണ് മാഷേ മാർഗം? മാഷ് ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞു, ഇത്തിരി വലിയ പാക്കേജാ. ഡേ കെയർ മുതൽ നല്ല ഡിഗ്രി എടുക്കുന്നത് വരെ എല്ലാം ചെയ്തു തരും. കുട്ടിയെ മാസത്തിലൊരിക്കൽ വേണമെങ്കിൽ ചെന്ന് കാണാം. എന്ത് നല്ല മാഷ്! അഡ്രസ്സും വാങ്ങി ഞാൻ ഇറങ്ങി.
വർഷങ്ങൾ പലത് കഴിഞ്ഞു. മാഷിനെ അന്വേഷിച്ച് ഒരു യുവാവ് വരുന്നു. മാഷിൻ്റെ കാഴ്ചയ്ക്ക് മങ്ങലേറ്റിട്ടുണ്ട്. ഓർമ്മശേഷിയും കുറഞ്ഞു കുറഞ്ഞു വരുന്നു. കണ്ട രൂപത്തിൽ എവിടെയോ ഒരു ചേർച്ച. ശബ്ദം കേട്ടപ്പോൾ കേട്ട് പരിചയമുള്ള ഒരു ശബ്ദം പോലെ. മാഷ് എടുത്തു ചോദിച്ചു, സുധാകരൻ്റെ മോനല്ലേ? അതേ മാഷേ, പപ്പ മാഷിനെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. മകൻ ബാക്കി കാര്യം പറഞ്ഞു. പപ്പയ്ക്കും മമ്മിക്കും വല്ലാത്ത ഓർമ്മക്കുറവായി. പ്രായവും കൂടി. എപ്പോഴും സംസാരമാണ്. കുട്ടികളെ പോലെ പിടിവാശി. വയസ്സൊത്തിരിയായി. മകൻ തുടർന്നു, എനിക്ക് തീരെ സമയമില്ല. എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ ജോലിയും. പിന്നെ അവൾ ഈ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യുന്ന പ്രകൃതക്കാരിയല്ല. മാഷിന് കാര്യം മനസ്സിലായി. മാഷ് പരിഹാരം പറഞ്ഞു തുടങ്ങി. നല്ല പരിചരണത്തോടെ നോക്കുന്ന ഒരു പാക്കേജ് ഉണ്ട്. മരിച്ചാൽ അതത് മതപ്രകാരം സംസ്കരിക്കുകയും ചെയ്യും. വീട്ടിൽ നിന്ന് ആര് വന്നില്ലെങ്കിലും സാരമില്ല. സാധാരണ വൃദ്ധസദനമല്ല കേട്ടോ, നമ്പർ 1. മകൻ ഒത്തിരി സന്തോഷത്തോടെ അഡ്രസ് എഴുതിയെടുത്തു. നമ്പർ തെറ്റാതിരിക്കാൻ ഒരിക്കൽ കൂടി കൃത്യമായി വായിച്ച് കേട്ട് ഉറപ്പിച്ചു. മാഷിൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി അടർന്നു വീണു. മാഷ് ആലോചിച്ചു, നാം എന്താണോ കൊടുക്കുന്നത് അത് തന്നെയല്ലേ തിരിച്ചു കിട്ടുന്നത്. ചിലത് അങ്ങനെയാണ്. വിതച്ചതല്ലേ കൊയ്യാൻ പറ്റും. നമ്മളുടെ തിരക്കുകൾക്കിടയിൽ സ്നേഹത്തിൻ്റെ കുറവിനെ പണത്തൂക്കത്തിൽ അളക്കരുത്. നിന്റെ നിഴലായി മാതാപിതാക്കളുണ്ടാകും. നിന്റെ നിഴലായി മാതാപിതാക്കളുണ്ടാകും. അതെ, വിതച്ചതല്ലേ കൊയ്യൂ. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സാർ, ഈ കഥ എഴുതിയതാരാണ്? കഥയുടെ പേരും പറഞ്ഞില്ല സാർ. അവസാനം പറയാൻ. സാറിന്റെ കഥ. വിതച്ചതല്ലേ കൊയ്യൂ. എഴുതിയത് ആരാണെന്ന് എനിക്കും അറിയില്ല. യെസ്, അപ്പോൾ നമുക്കെന്നാൽ ഇനി ഇതിൻ്റെ ചർച്ചകളിലേക്ക് പോകാം അല്ലേ? മോഹൻദാസ് സാർ, അത് മനോജ് സാർ തുടങ്ങും. ഒത്തിരി നീട്ടണ്ട. നമുക്ക് 8:30 ഒരു ക്ലാസ് ഉണ്ട്. 8:30 8:25 ആകുമ്പോൾ നിർത്തണം. ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്തു. സാർ, ഇന്ന് കഥ പറഞ്ഞതെല്ലാം വളരെ ഹൃദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെഷനിൽ കേട്ട്, സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇത്ര ശ്രദ്ധാപൂർവം ഞാൻ കേൾക്കുന്നത്. എല്ലാം വളരെ വ്യത്യസ്തങ്ങളായിരുന്നു കഥകളൊക്കെ. നമ്മുടെ ഓമന ടീച്ചർ പറഞ്ഞ പത്മരാജൻ സാറിന്റെ ആ കഥയുടെ പേര് ഞാൻ നോട്ട് ചെയ്യാം. ഒന്ന് പറയുമോ ടീച്ചർ? ഓമന ടീച്ചർ പറഞ്ഞായിരുന്നു പ്രകാശങ്ങളുടെ പ്രശ്നം. പ്രകാശങ്ങളുടെ പ്രശ്നം. ശരി. അപ്പോൾ അത് എനിക്ക് കഥകളൊക്കെ വളരെ വ്യത്യസ്തങ്ങളായ കഥകൾ കേട്ടു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശ്രീകുമാരി മാഡം പറഞ്ഞ കഥയിൽ കുറച്ച് നർമ്മമൊക്കെ ചേർത്ത് വളരെ ഒരു ഡബിങ്, സിനിമയിലെ പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഡബിങ്ങും ഒക്കെ ചെയ്യാൻ പറ്റി. അതിന്റെ വോയിസ് മോഡുലേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവരുടെയും കഥകൾ. സാബു സാറിന്റെ കഥയിൽ ഒരു വലിയ മെസ്സേജാണ് ഉള്ളത്, ആനുകാലിക. അപ്പോൾ കഥകൾ പറഞ്ഞ എല്ലാവർക്കും ഒരു ആശംസകൾ മാത്രം പറയുന്നു. ഇനിയിപ്പം പതിവായിട്ട് ഈ സെഷനിൽ വരാനുള്ള ഒരു പ്രേരണയായി ഇന്നത്തെ ഈ സെഷൻ. താങ്ക് യു ഓൾ. താങ്ക് യു. ചുമ്മാ വരേണ്ട, ഒരു കഥയായിട്ട് വരിക. റോയ് സാർ. യെസ്, റോയ് സാറും മോഹൻദാസ് സാറും റെഡിയാകും. അല്ലെങ്കിൽ സുധാകരൻ ഡോക്ടറെ വിളിക്കാം. റോയ് സാർ വന്നു. ഓക്കെ. ആദ്യം ഓമന ടീച്ചറുടെ കഥ അല്ലേ? ചിത്രം തപ്പിപ്പോയ അമ്മയുടെയും അച്ഛൻ്റെയും ചിത്രം തപ്പിപ്പോയ ഒരു മകന്റെ കഥയാണ് ടീച്ചർ പറഞ്ഞത്. ഒത്തിരി തപ്പി നടന്നു കഴിഞ്ഞ് തപ്പുന്ന സംഗതി ഏതാണ്ട് പോലും മറന്നു പോകുന്ന സാഹചര്യത്തിൽ അന്വേഷണങ്ങൾ നടത്തി
അവസാനം 2 കുട്ടികൾ വന്ന് തൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ഇത് എടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് അതിൻ്റെ ഒരു ബന്ധത്തിൻ്റെ ഒരു ഊഷ്മളത മനസ്സിലാക്കാൻ പറ്റിയത്. ഓക്കെ. പിന്നെ അടുത്ത കഥ പറഞ്ഞത് ശ്രീകുമാരി തെന്നാലിരാമൻ്റെ കഥയാണ്. വിദൂഷകനായിട്ട് ഇത് കിട്ടിയ ആ കഥയാണ് പറഞ്ഞത്, തെന്നാലിരാമൻ കഥകൾ. അപ്പോ ഭാര്യയും സഹോദരിയും കൂടെ കൂടി സന്യാസി തപസി എന്ന സന്യാസിയെ കണ്ടപ്പോൾ കണ്ണടച്ചിരുന്നത് കൊണ്ട് അത് കണ്ണു തുറപ്പിക്കാൻ നോക്കി. സന്യാസിക്ക് ദേഷ്യം വന്നു, ശപിച്ചു. 3 ചെടികളാക്കി, ഭാര്യയെയും ചെടികളാക്കി. ആ ചെടികളിൽ നിന്നും സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നതാണ് കഥയിലെ പ്രധാന സംഭവമായിട്ടുള്ളത്. അത് എങ്ങനെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് ആണ് ഇവിടുത്തെ വിഷയം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഒരു നമ്പൂരി പയ്യൻ അത് വ്യക്തമായി തിരിച്ചറിഞ്ഞത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെ വിജയനഗരം സാമ്രാജ്യത്തിൽ വിദൂഷകനെ തിരഞ്ഞെടുത്തു. ഇതായിരുന്നു ശ്രീകുമാരി ടീച്ചറിന്റെ കഥ. അപ്പോ അതും ഈ തെന്നാലിരാമൻ കഥയുടെ ഒരു ബുദ്ധി വളരെ ഇതായിട്ട് കാണിക്കുന്ന ഒന്നാണ്. പിന്നെ അടുത്തത് എന്നതാ, എളുപ്പ വഴിക്ക് അതായത് ഓർമ്മകൾ, അതായത് മനുഷ്യരുടെയും നിമിഷങ്ങളുടെയും ഓർമ്മകൾ ആണ് ഇതിനകത്ത് പ്രധാനമായി കാണിച്ചത്. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടപ്പെട്ട ഓർമ്മകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് കാണിക്കുന്ന ഒരു കഥ. വിവാഹം നടന്ന സ്ഥലങ്ങളും ആദ്യമായി ഭർത്താവിനെ കണ്ട സ്ഥലങ്ങളും ഒക്കെ ശ്രീ പറഞ്ഞപ്പോൾ തോന്നിയ ഭാഗങ്ങളാണ് രണ്ടാമത്തെ കഥയിൽ പറഞ്ഞത്. പിന്നെ അനന്തമാഷിയുടെ കഥയാണ് അടുത്തത്. അനന്തമാഷ് മോഡേൺ ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് മകൻ്റെ ടൈറ്റ് പാൻറ്റും ഒക്കെ ഇട്ട് പോയി ഒന്ന് ഷൈൻ ചെയ്യാൻ ആലോചിച്ചു. അപ്പോൾ അന്ന് പഠനകാലത്തുണ്ടായിരുന്ന കാമുകിയെ ആയിട്ട് ഒരു സല്ലാപം നടത്തുന്നതിനൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. ബസ്സിൽ വെച്ച് വളരെ നല്ല സ്വഭാവക്കാരനായിരുന്ന ആൾക്ക് ശിക്ഷ ഞാൻ സീറ്റ് ഒഴിഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ കുട്ടിയുമായി കയറിയ ഒരു സ്ത്രീക്ക് കുട്ടിയെ മേടിച്ച് കൈപ്പിടിച്ചു. സിബ് ഇടാൻ തുടങ്ങിയ സമയത്ത് മറ്റുള്ളവരുടെ ശ്രദ്ധ ഈ അനന്തം മാഷ് സാമൂഹ്യ വിരുദ്ധൻ ആയ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്ന സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഒരു കാര്യം മനസ്സിലായത്, അവനവൻ്റെ പ്രായവും താല്പര്യവും ഒത്തു വേണം വേഷങ്ങൾ അണിഞ്ഞ് ജീവിക്കാൻ. അല്ലാതെ പോയാൽ ചില ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരും. അത് അവനവൻ്റെ ശരീരത്തിനും മറ്റുള്ളവരെ വേറൊരു രീതിയിൽ കാണുകയുള്ളൂ എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് അതിനകത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നത്. പിന്നെ അടുത്തത് നമ്മുടെ സ്നേഹലത മാഡത്തിൻ്റെ കഥയാണ്. ഇത് മറ്റേ ആനന്ദമായിട്ടും ശാരദയും പറഞ്ഞ കഥ കഴിഞ്ഞ സത്യശീലൻ എന്ന് പറയുന്ന സ്നേഹലത മാഡത്തിൻ്റെ കഥയാണ്. അച്ഛനെ നഷ്ടപ്പെട്ട പഠിത്തം നിർത്തി ഒരു ആശാരിപ്പണി പഠിച്ചു, വർക്ക്ഷോപ്പ് നടത്തി, അങ്ങനെ നേട്ടങ്ങളുണ്ടായി. ഉടനെ കോൺട്രാക്ട് വർക്ക് കിട്ടി. അങ്ങനെ ഇരിക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നൊരു പണിക്കാരൻ വീണ് മരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ പണിക്കും എല്ലാം ദോഷം ചെയ്തു.
അങ്ങനെ നിരാശനായ അദ്ദേഹം മദ്യത്തിന് അടിമയായി. സാമ്പത്തികം ഉണ്ടായിരുന്നെങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഭാര്യയെ ജോലിക്ക് വിടാതെ ഒക്കെ ഇരുന്നെങ്കിലും അവസാനം ജോലിക്ക് ഡീഅഡിക്ഷൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഭാര്യയ്ക്ക് ജോലി വിടുന്ന കാര്യമൊക്കെ ആലോചിച്ച് പോരുന്നതായിട്ടാണ് ഇതിനകത്ത് കണ്ടത്. അപ്പോൾ അത് ഒരു പ്രധാനപ്പെട്ട കഥയായിട്ട് മാറി. പിന്നെ അടുത്തത് ബാബു സാറിന്റെ കഥയാണ്. തൻ്റെ വിവാഹശേഷം ഹണിമൂൺ എൻജോയ് ചെയ്യാൻ ഭാര്യ പ്രഗ്നന്റ് ആയത് തടസ്സമായി തോന്നിയ ഭർത്താവ് ഉണ്ടായ ചില വിഷമങ്ങളും അതനുസരിച്ച് കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ സഹായം തേടേണ്ട ആവശ്യം വന്നു. അപ്പോൾ സാമ്പത്തിക നേട്ടവും ജോലിക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കാതെ പോയ വ്യക്തിക്ക് അവസാനം താൻ കുട്ടിയെ എങ്ങനെ വളർത്തോ അതുപോലെ തന്നെ പ്രായമായി കഴിഞ്ഞപ്പോൾ കുട്ടി തന്നെ അനാഥമന്ദിരത്തിൽ കൊണ്ടുപോയി വളർക്കേണ്ട, ഓൾഡ് ഏജ് ഹോമിൽ വളർത്തേണ്ട ഒരു ഭാഗം വന്നു. അപ്പോൾ വിതച്ചത് കൊയ്യുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കുടുംബജീവിതത്തിൽ എങ്ങനെ സ്നേഹം കൊടുത്ത് വളർത്തുമോ അങ്ങനെ വളർത്താതിരുന്നാൽ കുട്ടികളെ നമ്മളെ ഇങ്ങനെ ഒക്കെ ആയിരിക്കും കാണുന്നത് എന്ന് മനസ്സിലാക്കുന്ന ഒരു കഥയായിരുന്നു. അങ്ങനെ ഇത്രയൊക്കെയാണ് കഥയുടെ കാര്യമായിട്ട് എനിക്ക് മനസ്സിലായത്. ഏതായാലും കഥകള് കുറെയൊക്കെ നീണ്ടുപോയതുകൊണ്ടാണ് എന്നാണ് ആകെ കൺഫ്യൂഷൻ വന്നത് കഥകൾ തമ്മിൽ. അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുകൾ വന്നു. ആദ്യം നടന്ന കഥയുടെ ഇത് ഒന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത കഥകൾ പോയി. അപ്പൊ അത് അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് ഈ കഥയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുകൾ വന്നു പോയിട്ടുണ്ട്. ഇനി ഈ കഥകൾ വളരെ ഇതാണ്. പക്ഷെ ഇടയ്ക്ക് ഓരോ കഥ കഴിയുമ്പോഴും ഒരു ചെറിയ വിഷയം എന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ സാർ, അങ്ങനെയുള്ള വിഷമങ്ങൾ വരുന്നതുകൊണ്ട് അടുത്ത ആഴ്ച നമുക്ക് 2 കഥകളാക്കാം. മോഹൻദാസ് സാർ പറയും. ആദ്യം ഹോമിയോപ്പതിയുടെ പത്മരാജന്റെ ചെറുകഥാ സമാഹാരത്തിലുള്ള കഥയാണ്. ഒരു വ്യത്യസ്തമായ കഥ തന്നെയാണ് പത്മരാജന്റെ ആ തൂലികയിൽ നിന്ന് വന്നിട്ടുള്ളത്. മാത്രമല്ല 2 ജനറേഷൻ തമ്മിലുള്ള ആ ബന്ധത്തിനാണ് പറയുന്നത്. അദ്ദേഹത്തിന് അച്ഛനോട് അമ്മയെയും തിരിച്ചറിയാൻ വളരെ വൈകുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു അന്വേഷണം നടക്കുന്ന ആ രൂപം മനസ്സിലില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിൽ പതിയാത്ത 2 രൂപങ്ങളായിരുന്നു എന്നാണ് പറയുന്നത്. അതേസമയം 2 കുട്ടികൾ, ഒരു 6-7 വയസ്സുള്ള 2 ആൺകുട്ടികൾ വന്നിട്ട് അവർക്കൊരു പ്രയാസമില്ല. കാരണം അവരുടെ മനസ്സിൽ ആദ്യം മുതലേ കണ്ടു വളർന്ന ആ ഒരു മുഖം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവർ വന്ന് പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി. അത് നല്ല രീതിക്ക് തന്നെയാണ് അതിൻ്റെ കാതലായ ഭാഗങ്ങളോട് ടച്ച് ചെയ്ത് തന്നെയാണ്. അത് മാത്രമല്ല കടകളുടെ ആ തെരുവിൻ്റെ വർണ്ണനകളൊക്കെ പത്മരാജൻ്റെ അതേ ശൈലി നന്നായിട്ട് നമുക്ക് പകർത്തി തന്നു. നല്ലൊരു കഥയാണ്. ശ്രീമാരുടെ തെനാലിരാമൻ്റെ എന്താ പറഞ്ഞാല് ബുദ്ധി വൈഭവത്തെ അല്ലെങ്കിൽ അയാളുടെ മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചറിയുന്ന, അദ്ദേഹത്തിന് മറ്റുള്ളവരിൽ നിന്ന് വേർപ്പെടുത്തി കാണിക്കുന്ന പല സ്വഭാവ വിശേഷങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഇത്. പിന്നെ എന്തെങ്കിലും ഒരു ഇത് കാണും, അതിലൊരു ക്ലൂ കാണും, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു നൈപുണ്യമായിട്ടുള്ള ഒരു അംശം തെനാലിരാമൻ കഥകളിൽ കാണും. അത് വലിയവർക്കായാലും കൊച്ചു കുട്ടികൾക്കായാലും എല്ലാവർക്കും അത് അതിൽ നിന്നും പലതും എന്താ പറഞ്ഞാൽ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും പറ്റുന്നുള്ള രീതിക്ക് ഉള്ള ഒരു ഇതാണ്. അത് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉഷ മാഡത്തിന്റെ ആ ടാക്സി ഡ്രൈവറും ഉള്ളതല്ല, ഒരു നഗരത്തിൽ കൂടി ചുറ്റിക്കറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന പഴയ ഓർമ്മകൾ ഒന്നുകൂടി അയവിറക്കാനും ഒരു യാത്രയുടെ അന്ത്യയാത്ര പോലെ ഉള്ള ഒരു സൂചന അവർക്ക് കിട്ടിയതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ ആ സമയത്ത് ആ രാത്രിയിൽ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയത്. അത് ആ രീതിക്ക് തന്നെ നിന്ന് അവസാനിക്കുന്നത് പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെയുള്ളത് മറ്റേ ടീച്ചറുടെ ഇതാണ്. അത് ഞാൻ ഇടയ്ക്ക് എനിക്ക് ലിങ്ക് ഇല്ലായിരുന്നു, അന്നേരം ഇല്ല. ജമാഅത്ത് അവിടെ ആ കഥ
എന്ത് പറഞ്ഞാല് അവനവന്റെ ഉള്ളിലുള്ള ഒരു സ്വഭാവം അവൻ അറിഞ്ഞോ അറിയാതോ അത് വേറെ സന്ദർഭത്തിൽ അത് അവനെ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ മറ്റവർക്ക് അത് മുമ്പിൽ പ്രകടമാക്കേണ്ടി വരും, അറിഞ്ഞോ അറിയാതെ എന്നുള്ള രീതിക്കുള്ള ഒരു കഥയായിരുന്നു അത്. ആ സമയത്ത് അദ്ദേഹം നിഷ്കളങ്കനായിരുന്നു, നിരപരാധിയായിരുന്നു. പക്ഷെ പണ്ടെങ്ങോണ്ടോ ചെയ്ത ഒരു തെറ്റിന്റെ ശിക്ഷയാണ് അവിടെ കിട്ടിയത് എന്നുള്ള ഇതിലേക്ക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്നേഹം എഴുതുന്ന സത്യത്തിൽ ആ കഥ ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ള ഈ അടുത്ത കാലത്ത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ആശാരിയുടെ തൊഴിലാളി മതി. അത് ഈ വേദിയിലാണോ എന്ന് എനിക്കറിയത്തില്ല, അത് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അത് നന്നായിരുന്നു. അത് പിന്നെ സ്നേഹിത മേഡം പറഞ്ഞു ഇത് അനുഭവ കഥയാണ്. ഒരാളുടെ ജീവിതത്തില് അടിത്തട്ടിൽ നിന്ന് ഉയരയിലേക്ക് വരുന്നുണ്ട്, ആ ഉയരത്തിൽ നിന്ന് വീണ്ടും താഴോട്ട് ഗ്രാഫായി പോകുന്നുണ്ട്, വീണ്ടും അവിടെ നിന്ന് ഒരു പുതിയ പടുത്തുയർത്താൻ സാധിക്കുന്നുണ്ട് മറ്റേ ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ളത്. അത് പ്രയത്നിച്ചാൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതം അവസാനിച്ചു പോകേണ്ട സത്യശീലൻ പോലും വീണ്ടും വീണ്ടും ജീവിതത്തിന്റെ ഇതിലേക്ക് പാതയിലേക്ക് വരുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് അത് വരുന്നത്. അവസാനത്തെ സാബു സാറിന്റെ കഥയും ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചതാണ്. പാക്കേജ്, എല്ലാത്തിനും പാക്കേജ് ഉണ്ട്. അതേപോലെ ആയിരിക്കും എന്താ പറയുക, പാക്കേജിൽ തുടങ്ങുന്നത് പാക്കേജിൽ തന്നെയാണ് അവസാനം. എന്താണോ വിതച്ചു പോകുന്നത് അത് തന്നെയായിരിക്കും പോകേണ്ടത്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ഒന്നും കിട്ടാൻ ഇല്ല. ഇത് ഈ സമകാലിക പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യങ് ജനറേഷന്റെ ജീവിതമാണ്. അതിന് വളരെ ലഘുവായിട്ട് പക്ഷെ വളരെ സമൃദ്ധമായിട്ട് അതിന്റെ പ്രഖ്യാതങ്ങൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ നന്നായിട്ട് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. കഥകള് എന്താ പറയുക, 6 കഥകളായാലും നന്നായിട്ട് തന്നെയാണ് ഇതായിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് സാധനല് ഏതെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനോ ടിഫിനോ 2 ഐറ്റം കാണുന്നുണ്ടെങ്കിൽ ഇത് 6 ഐറ്റം എന്നൊക്കെയുള്ളതല്ലേ, വെറൈറ്റി അത്രയേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് നേരെ സാറ് പറഞ്ഞ പോലെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാനുള്ള ഇത് ബഫേ സിസ്റ്റം പോലെ എല്ലാവരും ഒന്നും വിളമ്പി നമുക്ക് ആവശ്യമുള്ളതിൽ കുറച്ച് കുറച്ച് കിട്ടുന്നുള്ള രീതിക്കേ ഉള്ളൂ. വളരെ നീണ്ട ഒരു വിമർശനത്തിനോ അല്ലെങ്കിൽ അതിനെ അനാലിസ് ചെയ്യാനുള്ള ഇത് അതിൽ വരുന്നില്ല എന്നുള്ളത്. ചെറുകഥയ്ക്ക് എത്ര വരുന്നുണ്ട്, അതേസമയത്ത് നല്ലൊരു ഇതുവർത്തുള്ള ഒരു നീണ്ട കഥ ചെറുകഥയുടെ ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കതിന് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അനലൈസ് ചെയ്യാനും വിമർശനം പറയാനും സാധിക്കണം. എന്നാലും നല്ലൊരു പ്രായണത്തിൽ 6 കഥകൾ കേട്ടു. വളരെ നന്ദി എല്ലാവർക്കും. അഭിനന്ദനം. ഓക്കെ, ഇനി ആർക്കാണ് പറയാൻ പറ്റുന്നത്? ആർക്കെങ്കിലും പറയാമെങ്കിൽ പറഞ്ഞോളൂ, അൺമ്യൂട്ട് ചെയ്ത് പറയും. ഒത്തിരി സമയം എടുക്കല്ലേ, നമുക്കൊരു ക്ലാസ് ഔട്ട് ഉണ്ട്. ജോർജ് സാറും കൂടെ പറയട്ടെ. ജോർജ് സാറ് പറഞ്ഞു. താങ്ക് യു സാബു സാർ. ആദ്യത്തെ കഥ പറഞ്ഞത് ഓമന ടീച്ചറായിരുന്നു, അവകാശങ്ങളുടെ പ്രശ്നവുമായിട്ട്. അതെ, വേണ്ടപ്പെട്ടവരുടെ ഫോട്ടോ അന്വേഷിച്ച് നടന്ന് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. അനേക കടകളിൽ കയറി ഇറങ്ങി. അവസാനം 2 ആൺകുട്ടികൾ വന്ന്, വാസ്തവത്തിൽ അത് മക്കളായിരുന്നില്ലേ, ഇയാളുടെ ഫോട്ടോ അല്ലേ വാങ്ങിക്കൊണ്ട് പോയി. ഇവിടെ ശക്തമായ മഴയാകട്ടോ, ഞാൻ ഇതിനിടയിൽ ഇങ്ങനെ അടുത്ത് ചെന്നിരുന്ന് കേൾക്കുക. അത് കാരണം എനിക്ക് പലത് അവ്യക്തമാണ്, എന്നാലും ഞാൻ ആസ്വദിച്ചു. 6 കഥയിൽ ആദ്യത്തെ കഥ ഓമന ടീച്ചറുടേതായിരുന്നു. ആ മക്കൾ വന്ന് ആ ഫോട്ടോ വാങ്ങിക്കൊണ്ടുപോയി ആ കരച്ചിലും ഒക്കെ വികാര നിർഭരമായി പോയ കഥകൾ തന്നെയാണ്, കഥാരംഗമാണ്. ശരിക്കും അനുഭവവേദ്യമായി. ശ്രീകുമാരി മാം തെന്നാലി രാമന്റെ കഥ പറഞ്ഞു. തെന്നാലി രാമന്റെ കഥകളെല്ലാം വിശ്വപ്രസിദ്ധമാണല്ലോ. ഇതും കേട്ടിരിക്കാൻ വളരെ രസകരമായ അവതരണമായിരുന്നു, നന്നായിരുന്നു. എന്തായാലും സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ ആ ഭർത്താവിന് എന്തോ ഒരു അപാര കഴിവ് കൊടുത്തു. അതവരുടെ ഇന്റിമസിയുടെ ആഴം കൊണ്ടായിരിക്കും അയാൾ തിരിച്ചറിഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ മൂന്നാമത് പറഞ്ഞ ഉഷാമാണ്. ആ ഒരു പ്രായമായ ഡോക്ടർ ടാക്സിയിൽ യാത്ര ചെയ്യുന്നു. തൻ്റെ ഗതകാല സ്മരണകളെല്ലാം ഓർത്ത് എല്ലാം ഒരു സിനിമാ രംഗം ഇങ്ങനെ കടന്നു പോകുന്നത് പോലെ അതിൽ കൂടെ കടന്നു പോകുന്നു, അതെല്ലാം പങ്കുവെക്കുന്നു. അവസാനത്തെ യാത്ര എന്ന് പറയുന്ന രംഗം അതും ഹൃദയസ്പർശിയായിട്ട് അവതരിപ്പിച്ചു. പിന്നീട് രമാവതി മാമിന്റെ അനന്തം മാഷിന്റെ കഥ പറഞ്ഞു. പാവം മാഷ്, ഇങ്ങനെ ഒരു ഗതികേട് ഇല്ലേ, ചില ഉപകാരങ്ങളൊക്കെ ഇങ്ങനെയായി തീരും, അത് സത്യമാണ്.
അയാള് മനഃപൂർവ്വം അല്ലെങ്കിലും സാഹചര്യങ്ങളൊക്കെ കണ്ടു നിൽക്കുന്നതിന്റെ മുമ്പിൽ വലിയ പ്രശ്നമായി. അതിനെ തുടർന്ന് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം, പറഞ്ഞതിനേക്കാൾ കൂടുതലൊക്കെ സംഭവിക്കാനാണ് ഇന്നത്തെ കാലത്ത് സാധ്യത എന്നുള്ളത് ഉറപ്പ്. അതൊക്കെ സംഭവിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല, പോട്ടെ. പിന്നെ സ്നേഹലതാമാൻ പറഞ്ഞു അനുഭവകഥ. അതൊരു കഷ്ടം, അല്ലാതെ എന്തു പറയാൻ. ചില വിധികൾ ഇങ്ങനെയാണ്. വളർന്നു വരുമ്പോൾ തന്നെ അതിൻ്റെ ശോഭ കെട്ടുപോകുന്ന, കെടുത്തിക്കളയുന്ന ചില പ്രതികൂല സാഹചര്യങ്ങൾ. ഇത് കഷ്ടമായിപ്പോയി. എത്ര അധ്വാനിച്ച് വളരാൻ ശ്രമിക്കുന്നവർക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള പ്രകൃതിയുടെ തിരിച്ചടികൾ, എന്ത് കാരണം, എന്തുകൊണ്ട് എന്ന് നമുക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ഒരു കഥ. സത്യശീലന്റെ ആ ഒരു അനുഭവം. ഒടുക്കം സാധു സാറ് പറഞ്ഞു, വിതച്ചതല്ലേ കൊയ്യൂ എന്ന്. എല്ലാത്തിനും നല്ല പാക്കേജ് ഉണ്ട്, എല്ലാത്തിനും നല്ല പാക്കേജ്. അതെ, ഏറ്റവും ഗർഭകാല പരിചരണം മുതൽ അങ്ങ് തുടങ്ങി പിന്നെ ഓരോ സ്റ്റേജിലും അല്പം ചെലവ് കൂടിയാലും നല്ല നല്ല പാക്കേജുകളുണ്ട്. ഏറ്റവും ഒടുവിലത്തെ പാക്കേജ് ഏറ്റവും സുന്ദരമാണ്. നടന്ന് അങ്ങോട്ട് ചെന്നാൽ മതി, ഇങ്ങോട്ട് പെട്ടിയിലാക്കി നല്ല പൂവൊക്കെ കുത്തി നല്ല മോടിയായിട്ട് ഇങ്ങോട്ടും കരുതി തരുന്നു. നല്ല പാക്കേജുകൾ. ലോകത്തിന്റെ കാലം ഇങ്ങോട്ട് തരത്തില്ല, അത് അവിടെ വെച്ച് തന്നെ തീരും. അതെ അതെ അതെ, ഇങ്ങോട്ടില്ല. അതിനെല്ലാം മറ്റേ ഇവന്റ് മാനേജ്മെന്റ് ടീമും ഉണ്ടല്ലോ, എല്ലാം വളരെ കൃത്യം, വളരെ ഭംഗിയായിട്ടാ ചെയ്യുന്നത് കേട്ടോ. ഒരു പോരായ്മയില്ല, എല്ലാം മോടിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ 6 കഥാകാരന്മാര്, കഥ പറഞ്ഞവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. 6 കഥയും ആസ്വാദ്യകരമാണ്. ഒടുവിലത്തെ തീരുമാനം നന്നായി എന്ന് തോന്നുന്നു. 2ഓ 3ഓ ഒക്കെ ആയിട്ട് നിർത്തുന്നത്. ഇത്രയും പോയാൽ കേൾക്കുന്നതും ആസ്വദിക്കുന്നതും അഭിപ്രായം പറയുന്നതും ഭാരമാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നമുക്ക് ഡോക്ടറെ കൂടെ വിളിക്കാം. ഡോക്ടർ സമയം കുറവായതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. കഥകളൊക്കെ വ്യത്യസ്തമായിരുന്നു. പിന്നെ ഈ നമ്മുടെ ശ്രീകുമാരി മാഡം അവതരിപ്പിച്ച കഥയില്ലേ, ഈ ഭരണാധികാരികൾ പണ്ട് അവരുടെ രാജസദസ്സില് ഈ ബുദ്ധിയുള്ള വിദ്വൽ സദസ്, നവരത്നങ്ങള്, അതേപോലെ അവരുടെ ടെൻഷനും ഒക്കെ മാറ്റുന്നതിന് വേണ്ടി കൊട്ടാര നർത്തകികൾ, അത് കഴിഞ്ഞ് തമാശ പറഞ്ഞവരെ രസിപ്പിക്കാൻ വിദൂഷകർ, അങ്ങനെയൊക്കെ പഴയ ഭരണാധികാരികൾക്കുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് ഇതൊന്നും അനുവദനീയമല്ലാത്തത് കൊണ്ട് അവർ ഒളിച്ചും മറിഞ്ഞും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചു പോവുമായിരുന്നു. അവർക്ക് ഈ നർമ്മം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, അവരെ രസിപ്പിക്കാൻ ആരുമില്ല. നർത്തകികൾ പ്രത്യക്ഷത്തിൽ അവരുടെ മുന്നിൽ വരുന്നില്ല. കാരണം പണ്ട് നമ്മൾ അറിയാമല്ലോ, ചക്രവർത്തിമാരൊക്കെ ഭയങ്കരമായ ഈ ഭരണപരമായ സ്ട്രെസ് അനുഭവിക്കുമ്പോഴും ഇതുപോലെ അവർക്ക് റിലാക്സേഷൻ വേണമായിരുന്നു. നർമ്മത്തിന് വേണ്ടിയിട്ട് വിദൂഷകരും മറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കറിയാം വിജയനഗര സാമ്രാജ്യ തെന്നാലിരാമനും അതുപോലെ ബീർബലും അങ്ങനെ പലരും ഒക്കെ. അപ്പൊ ഇപ്പോഴത്തെ ഭരണാധികാരികൾക്ക് ഇതേപോലെ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്ന നർമ്മ വിദഗ്ധരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് കഥ കേട്ടപ്പോൾ തോന്നിപ്പോയി. പക്ഷെ വേറെ ഞാൻ ഒബ്സർവ് ചെയ്ത് നമ്മുടെ ഈ കഥ അവതരിപ്പിച്ചവരെല്ലാവരും ഗംഭീരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ നമ്മുടെ സാംബശിവൻ കഥ പറയുന്ന അതേ പോലെ മോഡുലേഷൻ, സംഭാഷണം പോലെ പറയുന്നു, പിന്നെ ദുഃഖഛായ വരുത്തുന്നു അതേപോലെ. പക്ഷെ ശ്രീകുമാരിയുടെ ഇടയ്ക്ക് കേൾക്കാമോ എന്ന് 2-3 ചോദ്യം ചോദിച്ചാൽ രസചരടങ്ങ് പൊട്ടിച്ചു. ഞങ്ങൾ കേട്ടില്ലേ, ഞങ്ങൾ പരാതിപ്പെടും മേഡം. ഇനി അടുത്ത കഥയ്ക്ക് ഈ തുടക്കത്തിലൊരു കേൾക്കാമോ വന്നാൽ മതിയാവും. അതേപോലെ ഈ രമാവതി മാഡത്തിന്റെ ആ കഥയില്ലേ, ആ പാവം ആ മാഷെ. അപ്പൊ എന്തായാലും ഇനി ഞാൻ ജീൻസ് ഇട്ട് പോകുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് അത് ഉറപ്പ് വരുത്തിയിട്ട് പുറത്തിറങ്ങുള്ളത് ഞാൻ തീരുമാനിച്ചു. കാരണം പാവം ആനന്ദമാഷ. അതിന്റെ ഇടയിൽ ടീച്ചർ പഴയ നഷ്ടപ്രണയവും ഒക്കെ കുത്തി അതിനകത്ത് ഇത്തിരി മധുരം കലർത്താൻ വേണ്ടിയിട്ട് ഒക്കെ ചേർത്ത് വെച്ചിരുന്നു. ഈ ഭാമ ടീച്ചറിനെ മോഹിച്ച പഴയ കാമുവിനും ഒക്കെ. ഞാൻ ഈ ട്രഷറിയിൽ പെൻഷന്റെ കാര്യത്തിനൊക്കെ ചെല്ലുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ പെൻഷനായ മാഷന്മാരൊക്കെ കാര്യമെല്ലാം സാധിച്ചാലും ചുറ്റിത്തിരിഞ്ഞ് ഈ ട്രഷറിയിൽ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന് പഴയ മാഷെ, ടീച്ചറെ എവിടെയായിപ്പോ, ടീച്ചർക്ക് സുഖമാണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഈ മധുബൻ ഇങ്ങനെ എന്താ പൂക്കൾക്ക് ചുറ്റും പാറുന്നത് പോലെ പഴയ മാഷന്മാരൊക്കെ ട്രഷറിൽ നിന്ന് പോകുന്നേ ഇല്ല. അവരൊക്കെ ഇങ്ങനെ ചുറ്റിയും പറ്റിയും തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ നിന്നിട്ടും പഴയ വർത്താനമൊക്കെ പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതൊരു രസമാണ്. അല്ലാതെ പഴയ കാമുകിയെ കണ്ടത് മഹാ തെറ്റൊന്നും അല്ല ടീച്ചർ.
അത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരാൾ, ഭംഗിയുള്ള ഒരാൾ, പണ്ട് കൂടെ പഠിച്ച ഒരാൾ, പണ്ട് മോഹിച്ച ഒരാൾ, അവരോടൊക്കെ വർത്താനം പറയുന്നതൊക്കെ ഭാര്യയോടുള്ള വഞ്ചനയാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ ഈ സിബിടാൻ മറന്നുപോയത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. അപ്പോൾ അത് ഒഴിവാക്കുക. അതേപോലെ പിന്നെ സാബു സാറിന്റെ കഥയിൽ ഒരു പാക്കേജ് വിട്ടുപോയി. കാരണം ഈ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ വടക്കേ നടയിൽ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലുണ്ട്. അതിൽ ഈ അനപത്യത, കുഞ്ഞുങ്ങളുണ്ടാകാത്ത സ്റ്റെറിലിറ്റിക്ക് കുട്ടി ഉണ്ടാക്കാനുള്ള പാക്കേജും ഉണ്ട്. 20 ലക്ഷം രൂപയ്ക്ക് അവരൊരു കുട്ടിയെ സൃഷ്ടിച്ചു കൊടുക്കും. അത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ വഴിയോ അല്ലെ ഇൻഡ്യൂസ്ഡ് എങ്ങനെയെങ്കിലും ഒരു കുട്ടി. അപ്പൊ കുട്ടിയുടെ പാക്കേജ് കൂടെ സാർ അടുത്ത കഥയിൽ അത് ചേർക്കണം. ഒരു കാര്യം, ഞാൻ ഈ ഡിസംബർ 4-ാം തീയതി പാലക്കാട് വലിയൊരു സ്കൂളുണ്ട്, ലയൺസ് സ്കൂൾ. അവിടെ ഗ്രാൻഡ് പേരൻസ് ഡേയിൽ എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രമാവതി മാഡത്തിന്റെ ആ കഥയില്ലേ, ഈ അണിഞ്ഞൊരുങ്ങി ചന്ദനലേപം ഒക്കെ പൂശിയ റിട്ടയർഡ് മാഷ്. അപ്പം ഈ ഗ്രാൻഡ് പേരൻസ് വരുന്ന മീറ്റിംഗ് ആയതുകൊണ്ട് ടീച്ചറുടെ അനുവാദത്തോടുകൂടി, പകർപ്പവകാശത്തോടുകൂടി ഞാൻ ആ കഥ അവിടെ ആ പ്രസംഗത്തിന്റെ ഇടയിൽ ഞാനൊന്ന് മേമ്പൊടി ചേർക്കും കേട്ടോ. അപ്പോൾ ഈ കാരണം അവിടെ വന്നിരിക്കുന്ന ഒരു ഗ്രാൻഡ് പേരന്റ് ആകുമ്പോൾ മിക്കവാറും റിട്ടയർഡ് ആയിരിക്കുമല്ലോ. അപ്പൊ അതവിടെ പറയുന്നത് തെറ്റാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പൊ സമയം കുറവായതുകൊണ്ട് ഞാൻ അത് പിന്നെ പെൻഷനേഴ്സിന്റെ മീറ്റിങ്ങിലൊക്കെ അത് ഉപയോഗിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കഥ ഒരു ബിവെയർ ദാറ്റ് യുവർ സിബീസ് ഇൻ പൊസിഷൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കഥ പറയാം. എന്തായാലും രസമായി. പല കഥകൾ പല പോലെ വന്നു. പക്ഷെ നമുക്ക് എണ്ണം കുറയ്ക്കാം സാർ. ഒരു 5 കൂടുതൽ അല്ലെങ്കിൽ 4 കൂടുതൽ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഈ ആസ്വാദനം ചെതറിപ്പോകുന്നുണ്ട്. പലവിധ കഥയല്ലേ. അപ്പൊ എന്തായാലും സാർ അടുത്ത ക്ലാസ്സിൽ കയറിക്കോളൂ. ഐ കൺക്ലൂഡ്. താങ്ക് യു. തീർച്ചയായിട്ടും അതന്നെയാണ്. ഇതിപ്പോൾ നമുക്കൊരു പ്രൊമോഷനാണ്. കാരണം പറഞ്ഞു തുടങ്ങുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ അന്ന് ഒരു രീതി അങ്ങ് ആവിഷ്കരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇന്നുണ്ടായിരുന്നു ആള്, പിന്നെ ഞാനത് ഇങ്ങനെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്തത്. തീർച്ചയായിട്ടും 2 കഥകൾ, 2-3 കഥക്ക് മതി, ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ സാറേ, yes, ഒരു കാര്യം സാറേ, 2 മിനിറ്റ് കൂടെ ഉണ്ട്. 4 മിനിറ്റ് കൂടെ ഉണ്ട്. സാറേ ഒരു കാര്യം സാറേ, ഞാനിപ്പോ വീട്ടിലെത്തിയത് 6 മണിക്ക്, വിളക്ക് എത്തിച്ച് 6:20 ഇത് എഴുതാൻ തുടങ്ങിയത്. തിരുത്താനൊന്നും സമയം കിട്ടിയില്ല. അപ്പൊ മോള് സംസാരിക്കുമ്പോ ഞാൻ മോളി കേട്ടിട്ട് കൊട നന്നാക്കാനുണ്ടോ എന്നുള്ള പാഠം പോലെ ഏത് കൊടയാ കൊണ്ടുവന്നതിന് അവസാനം ഞാൻ പറഞ്ഞു, മോളെ നിർത്തിക്കോ, എനിക്കൊരു കഥ പറയാനുണ്ട്. അപ്പോഴത്തേക്ക് 2 വരി എഴുതാൻ ബാക്കിയുണ്ട്. ഇതൊരു ചെറിയ കട്ടിക്കഥയായി പോയി കേട്ടോ. അത്ര വലിയ കഥ വേണ്ട. ഓക്കെ, ശ്രീമാരി മാം എന്തെങ്കിലും ആർക്കെങ്കിലും പറയണേ പറഞ്ഞോളൂ. ആദ്യമായിട്ട് ഓമന ടീച്ചറുടെ കഥ. മാതാപിതാക്കളുടെ ഫോട്ടോ അന്വേഷിച്ച് നേരം പുലരുവോളം തളർന്നിട്ടും തളരാതെ നോക്കി നടക്കുന്നു. അതൊരു ഹൃദയസ്പർശിയായ കഥ തന്നെയാണ്. അടുത്തത് സത്യശീലൻ. പുതിയ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ ട്രഷറിയിൽ സുന്ദരനായി പഴയ കാമുകിയെ കാണാമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ പോവുകയും മടങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന എന്തോന്നാണത്, ദുഃഖകരമായ ചില അനുഭവങ്ങൾ, അപ്രതീക്ഷിതമായ ചില അനുഭവങ്ങൾ, പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വരും. ദുഃഖിക്കേണ്ട അല്ലേ? അതെ, അങ്ങനെയുള്ള അവിചാരിതമായ ദുഃഖകാരണങ്ങളോടുകൂടി വീട്ടിൽ മടങ്ങി ഭാര്യയെ കണ്ട് പശ്ചാത്തപിക്കുന്നത്. ഇപ്പൊ അത് മറ്റേ സാർ പറഞ്ഞതുപോലെ പശ്ചാത്തപിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട് സത്യശീലന്റെ കഥ. 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സാമ്പത്തികമായ പരാധീനത കാരണം ബിസിനസ് തുടങ്ങി. ബിസിനസ്സിൽ നല്ല നിലയിൽ, ഉന്നത നിലയിലെത്തുകയും പിന്നെ താഴോട്ട് പോവുകയും മാനസിക രോഗിയായി മാറി മദ്യത്തിനടിമയായി വീണ്ടും അതിൽ നിന്നെല്ലാം കരകയറി അഭ്യസ്തവിദ്യയായ വൈഫിനെ ഉദ്യോഗത്തിന് അയക്കാമെന്നുള്ള പ്രതീക്ഷയൊക്കെ ആയി വരുന്നു. അടുത്തതായി അതിൻ്റെ ഇടയിലൊരു കഥയുണ്ട്, കണ്ടില്ല കേട്ടോ. പിന്നെ സാബു സാറിന്റെ കഥ. അത് പാക്കേജ്. വിതച്ചതേ കൊയ്യൂ. അത് നാം താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരുമെന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യമായി തന്നെ തൻ്റെ ഭാര്യയെ പാക്കേജിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു, കുഞ്ഞിനെ ലഭിക്കുന്നത് വരെ. അത് കഴിഞ്ഞ് കുഞ്ഞിനെ പാക്കേജിലോടുകൂടി ആയയെ ഏൽപ്പിക്കുന്നു, അവിടെയും പാക്കേജ്. അതിനുശേഷം 3 വയസ്സായി, പിന്നെയും പാക്കേജ്. സ്കൂളിൽ ചേർത്തു. അവസാനം അവർക്ക്, അച്ഛനമ്മമാർക്കും പാക്കേജ്. മകന് കൂടെ
വളർത്താനുള്ള ഒരു അവസരം അവർക്കുണ്ടാകുന്നില്ല. അവർ മോനെ ബോർഡിങ്ങിലാണ് നോക്കുന്നത്. ബോർഡിങ്ങിൽ വളർന്ന് അവൻ വലുതായി വന്നു, വിവാഹമൊക്കെ കഴിച്ച് പത്നി സമേതനായി. അങ്ങനെ കഴിയുമ്പോൾ അച്ഛനമ്മമാരെ നോക്കാനുള്ള സമയം കിട്ടുന്നില്ല. അങ്ങനെ അവിടെ ഒരു പാക്കേജിൽ അവസാനിക്കുന്നു. ഇതല്ലേ കൊള്ളി. അങ്ങനെയുള്ള കഥകളല്ല. ഒരു കഥ ഞാൻ വിട്ടെന്നു. ഓക്കെ മാം, താങ്ക് യു. രമാവതി മാം ഇപ്പൊ എഴുതിയ കഥയാണെങ്കിൽ ശുദ്ധോധൻ ഡോക്ടറോട് ഒരു റോയൽറ്റി മേടിച്ചോളൂ കേട്ടോ. ഗൂഗിൾ പേ അയച്ചു കൊടുത്തേക്കടെ. അല്ല, അതിന്റെ അവസാനം ഞാൻ തിരുത്താൻ തീരുമാനിച്ചു. സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്. വഞ്ചനയല്ല. കാരണം പ്രേമം ഇതൊക്കെ പറയുന്നത് നമ്മുടെ എല്ലാവർക്കും എങ്ങനെയാവാം. അത് ചെറുപ്പത്തിൽ അങ്ങനെ ഇല്ലാത്തവര് വളരെ ചുരുക്കമായിരിക്കും. അപ്പം അതിന്റെ ലാസ്റ്റ് ഭാഗം ഞാൻ കുറച്ച് മാറ്റം വരുത്തുന്നുണ്ട്. ഒരു 2 സെന്റൻസ്. അതെ, എന്തായാലും ഒരു ആത്മാംശം ഞാൻ മണത്തു രമാവതി ടീച്ചർ ഇതിനകത്ത്. ഈ ഭാമ എന്തായാലും കഥ രമാവതി മാം എഴുതിയത് തന്നെയെന്ന് മുഴുവൻ സമയത്തും തോന്നിക്കൊണ്ടിരുന്നു. പിന്നെ അതെ, അതല്ല സാറേ, ഇതാണ് ഞാനിപ്പോ എഴുതിയത്. ജസ്റ്റ് അതെ 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 അതെ. എല്ലാം മനസ്സിലായത്. അതിന്റെ അവസാനം വഞ്ചന എന്നുള്ള വാക്ക് ഞാൻ മാറ്റും. ജോർജ് സാറേ, വഞ്ചന എന്നുള്ള വാക്ക് ഞാൻ മാറ്റാൻ പോവാണ്. കാരണം അതിനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ. ഞാൻ 2ാമതും 3ാമതും തിരുത്തിയില്ലല്ലോ, അതുകൊണ്ടാ. സോറി. ഇല്ല, അത് കഥയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതിന്റെ സൃഷ്ടാവിനാണ്. എങ്ങനെ വേണമല്ലോ ആകാം. ഞങ്ങളത് മാറ്റുകയും തിരിക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ വേറെ കാര്യം അല്ലേ. അല്ല, അതെ അതെ, കേൾവിക്കാരന്റെ അഭിപ്രായത്തിന് വലിയ അർത്ഥമില്ല കേട്ടോ. അർത്ഥമില്ല. ഞങ്ങളൊക്കെ വിമർശിക്കും. ഖണ്ഡനം മണ്ഡനം എന്നൊക്കെ പറഞ്ഞ് അല്ല, ഞങ്ങൾ നന്നായി വിമർശിക്കും. ടീച്ചർ രമാവതി മാമിന് ഇന്നാണ് സമാധാനമായത്. മാഡം വഞ്ചനയൊന്നും ചെയ്തിട്ടില്ല എന്ന് ശുദ്ധോധന സാർ പറഞ്ഞു. അതിനുള്ള സമയം കിട്ടിയില്ലേ മാം. 20 വയസ്സിലേക്ക് കെട്ടിയല്ലേ കുമാരേട്ടൻ. എന്തായാലും ഒരു തുടക്കമായി എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി തകർത്തോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിന് ഡേയാണ്. നാളെ വീണ്ടും കാണാം. ഓക്കെ, സി യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്.